Life in Christ, present. Days of Deliverance. August 31st, 1, 2, 3 set. Registration will not be accepted after August 17th, limited seats available. Prayer along with Brother Binoy Joseph Angamali, Brother Simon Thuruthiel Kanur, Brother Jose Paul Bantinkara. For booking, contact us on 9400244683. കൊരിന്ത്യർ 1:30. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. ആർ യു ഇൻ ക്രൈസ്റ്റ് ജീസസ്? നിങ്ങൾ ക്രിസ്തുവിലാണോ ഇരിക്കുന്നത്? ക്രിസ്തുവിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങളിൽ അവൻ്റെ ജ്ഞാനം വെളിപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ക്രിസ്തുവിലാണ് ഇരിക്കുന്നതെങ്കിൽ വചനം പറയുന്നത് അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനമായി വന്നിരിക്കുന്നു. എത്ര പേരെൻ്റെ കൂടെയുണ്ട്? ആത്മമണ്ഡലത്തിൽ ദൈവവചനത്തെക്കുറിച്ച് അറിയാൻ, ഗ്രഹിക്കാനുള്ള ജ്ഞാനം ക്രിസ്തുവിലിരിക്കുന്നവരുടെ മേൽ പകരപ്പെട്ടിരിക്കും. ജ്ഞാനവും രണ്ടാമത്തതാണ് ദൈവത്തിൻ്റെ നീതി നിങ്ങളിലിരിക്കും. ദൈവത്തിൻ്റെ നീതി നിങ്ങളിൽ വരും. 3, ശുദ്ധീകരണം പ്രാപിക്കും നിങ്ങൾ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എത്ര പേര് എൻ്റെ കൂടെയുണ്ട്? നിങ്ങൾ എന്തു പ്രാപിക്കും? വിശുദ്ധീകരണം പ്രാപിക്കും. ആരാൽ? യേശു വഴി. അതിന് മുഖാന്തിരമാകുന്നത് ആരാണ്? പിതാവാം ദൈവം. ഈ പദ്ധതി ഒരുക്കിയിരിക്കുന്ന ആളുടെ പേരാണ് പിതാവ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എല്ലാവരും പറഞ്ഞേ. ആരാ ഈ പദ്ധതി ഒരുക്കിയിരിക്കുന്നത്? പിതാവ്. പിതാവാം ദൈവം പദ്ധതി ഒരുക്കി. യേശു ക്രിസ്തുവിലൂടെ നമ്മളിൽ ജ്ഞാനം വെളിപ്പെടണം. യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ നീതി നമ്മുടെ മേൽ വരണം. യേശു ക്രിസ്തുവിലൂടെ നാം വിശുദ്ധീകരിക്കപ്പെടണം. യേശു ക്രിസ്തുവിലൂടെ നാം വീണ്ടെടുക്കപ്പെടണം. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ ഹിതമാണ്. അതുകൊണ്ടാണ് പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആര് പുത്രനെ കൈക്കൊള്ളുന്നു, ആര് പുത്രനിൽ വിശ്വസിക്കുന്നു, അവരെല്ലാവരും പുത്രനിലാകുന്നു, പുത്രൻ അവരിലാകുന്നു. ഹല്ലേലൂയ. അവരിൽ ദൈവത്തിൻ്റെ ജ്ഞാനം വെളിപ്പെടുന്നു, ദൈവത്തിൻ്റെ നീതി അവരിൽ വെളിപ്പെടുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശുദ്ധീകരണം അവരിൽ വെളിപ്പെടുന്നു, ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് അവരിൽ സംഭവിക്കുന്നു. ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ചുരുക്കത്തിൽ യേശുവിനെ നിങ്ങൾ കൈക്കൊണ്ട് കഴിയുന്നതോടുകൂടെ, യേശുവിൽ നിങ്ങൾ ഇരിക്കുന്നതോടുകൂടെ നിങ്ങൾ ജ്ഞാനത്താൽ നിറയപ്പെട്ടവരായിട്ടുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ദൈവത്തിൻ്റെ നീതിക്ക് കീഴിലേക്ക് വന്നു, അഥവാ നീതീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവിൽ ഇരിക്കുന്ന നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ദുഷ്ടശക്തികളിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരായി കഴിഞ്ഞിരിക്കുന്നു. കൈയടിച്ചൊന്നുകൂടെ കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ വീണ്ടെടുക്കപ്പെടുവാൻ, രക്ഷിക്കപ്പെടുവാൻ യേശുവിലിരുന്നാൽ മതി, യേശുവിൽ വിശ്വസിച്ചാൽ മതി.
നീതീകരിക്കപ്പെടുവാൻ യേശുവിനെ കൈക്കൊണ്ടാൽ മതി, യേശുവിൽ ജീവിച്ചാൽ മതി. ഹല്ലേലൂയ. വിശുദ്ധീകരണം പ്രാപിപ്പാൻ യേശുവിൽ നിങ്ങൾ റെസ്റ്റ് ചെയ്യുക, യേശുവിന് നിങ്ങളിൽ വസിക്കുവാൻ അനുവാദം കൊടുക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവിൻ്റെ വരവിങ്കൽ മാത്രമല്ല, ഈ ഭൂമിയിലായിരിക്കുമ്പോഴും വീണ്ടെടുക്കപ്പെട്ട അനുഭവത്തിൽ പുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് യേശുവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടുവാൻ നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ടതില്ല. അവനിൽ നിങ്ങൾ ഇരിക്കുക, അവനിൽ നിങ്ങൾ റെസ്റ്റ് ചെയ്യുക, അവന് നിങ്ങളിൽ ഇരിക്കുവാൻ അനുവാദം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു നിങ്ങളിൽ വിശ്വാസത്താൽ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൽ ഇരിക്കുവാൻ കഴിയും. അഥവാ നിങ്ങൾ ക്രിസ്തുവിൽ ഇരിക്കുന്നെങ്കിൽ ക്രിസ്തു നിങ്ങളിലും ഇരിക്കും എന്നതാണ് സത്യം. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം 27-ാമത്തെ തിരുവചനം. കൊളോസ്യർ 1:27 വായിക്കാം. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. അപ്പൊ ദൈവത്തിന് ഒരു മർമ്മം, ഒരു രഹസ്യമുണ്ട്. അത് വിലയേറിയതാണ്. ദൈവത്തിൻ്റെ കയ്യിലുള്ള രഹസ്യം പൂർവ്വ പിതാക്കന്മാർക്ക് എല്ലാവർക്കും അറിഞ്ഞുകൂടാത്തതും പ്രവാചകന്മാർക്ക് പൂർണ്ണമായി വെളിപ്പെടുത്താത്തതുമായ ഒരു മർമ്മം, ഒരു രഹസ്യം ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ടായിരുന്നു. ആ രഹസ്യം ഒരു വലിയ ധനമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ഈ ലോകത്തിലെ 1,00,000 പോലെയോ 2,00,000 പോലെയോ 10 കോടി പോലെയോ ഒന്നുമല്ല. അത് നിർണയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മഹിമ നിറഞ്ഞ സമ്പത്താണ്. പ്രൈസ് ദി ലോർഡ്. ആ മഹിമ ലോകത്തിൻ്റെതല്ല. ആ സമ്പത്തിന്മേലുള്ള മഹത്വം ഇവിടെയുള്ളതല്ല. സ്വർഗത്തിലെ മഹത്വം നിറഞ്ഞ ഒരു സമ്പത്താണ്. ഹല്ലേലൂയ. അത് യഹൂദരല്ലാത്ത സകല ജനതകൾക്കും ഈ ധനം ലഭിക്കുന്നതിന് വേണ്ടി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്തുകൊണ്ടാണ് യേശു യഹൂദരുടെ ഇടയിലാ വന്നത്? എന്നാൽ യഹൂദർ യേശുവിനെ തിരസ്കരിച്ചു കഴിഞ്ഞപ്പോൾ അത് യഹൂദരല്ലാത്തവർക്ക് തുറന്നു കൊടുത്തു, ജാതികൾക്ക് ലഭിച്ചു. അതിന്റെ അർത്ഥം യഹൂദർക്കില്ല എന്നല്ല അർത്ഥം. കൈക്കൊള്ളുന്നവർക്കുണ്ട്, എന്നാൽ അത് തള്ളിക്കളഞ്ഞതോടുകൂടെ ജാതികൾക്ക് ലഭിച്ചു. ആരാണ് ജാതികൾ? ആരാ ജാതികൾ? യഹൂദരല്ലാത്ത സകലരും. അപ്പോൾ നിങ്ങൾ ആരായിരുന്നു? ജാതികളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ജാതികളായിരുന്ന നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേട്ട് വചനത്തെ കൈക്കൊണ്ടപ്പോൾ, സ്വീകരിച്ചപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് കൈയുടെ വിരലുകൾക്കുള്ളിൽ ചൊറിച്ചൽ പോലെ അലർജി, കയ്യിൽ ചൊറിച്ചൽ ഇങ്ങനെ വരും, കൈയുടെ വിരലിനൊക്കെ. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഇങ്ങനെ കാണിച്ചോ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൈയുടെ വിരലുകൾക്ക് ചൊറിച്ചൽ ഉണ്ടെങ്കിൽ പൊക്കി പിടിച്ചോണേ, പിന്നെ അവസാനം വന്നേക്കരുത്. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. അവർക്ക് ഇപ്പോൾ കുറവുണ്ട്. ഹല്ലേലൂയ. ഈ വചനം യൂട്യൂബിൽ കാണുന്ന ആരുടെയെങ്കിലും മേൽ കൈക്ക് ചൊറിച്ചൽ അലർജി ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, യേശുവേ എന്ന് വിളിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കൈയുടെ മേലുള്ള അലർജി അഴിയട്ടെ, വിരലുകൾക്കുള്ള ചൊറിച്ചലുകൾ അഴിയട്ടെ, സോപ്പിൻ്റെ അലർജികൾ അഴിയട്ടെ, ഏതെങ്കിലും പൊടിപടലങ്ങൾ തൊടുമ്പോഴുള്ള അലർജികൾ അഴിയട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഇത് സ്വർഗീയ സമ്പത്താണ്, ഇത് വിലയേറിയ സമ്പത്താണ്. എന്താണ് ആ മഹിമ നിറഞ്ഞ ധനം? വായിച്ചേ. എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ആ മർമ്മം എന്താണ്? ആ രഹസ്യം എന്താണ്? മഹത്വത്തിൻ്റെ
പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. പ്രൈസ് ദി ലോർഡ്. ആരിലാണ് ക്രിസ്തു ഇരിക്കുന്നത്? ക്രിസ്തുവിനെ കൈക്കൊണ്ടവരിൽ. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണ് എന്ന് വിശ്വസിച്ച് അംഗീകരിച്ചവരിൽ ദൈവത്തിൻ്റെ മഹത്വം, സ്വർഗീയ സമ്പത്തായ ക്രിസ്തു വന്നിരിക്കുന്നു. നിങ്ങൾക്ക് വേറെ ഒരു സമ്പത്തുമില്ലെങ്കിലും, നിങ്ങളുടെ പേരിൽ മറ്റൊരു അവകാശങ്ങളും പ്രോപ്പർട്ടികളും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഏറ്റവും വലിയ ധനം, ഈ ലോകം മുഴുവനേക്കാളും വലിയ ധനം, സ്വർഗത്തിലുള്ള മഹത്വം നിറഞ്ഞ ധനം ഇന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. അത് നിങ്ങൾ കാണാൻ തുടങ്ങുക. അത് നിങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ പൗലോസ് പറഞ്ഞു, എനിക്ക് ലാഭമായിരുന്നതെല്ലാം ഈ ധനത്തെ പ്രതി ഞാൻ നഷ്ടമാക്കി കളഞ്ഞു. ഹല്ലേലൂയ. നിങ്ങളിൽ ഇരിക്കുന്ന സമ്പത്ത് നിങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് 2000 ഫീസ് കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല. മനസ്സിലായോ? ഹല്ലേലൂയ. 3 ദിവസത്തെ മീറ്റിങ്ങിന് ഞാൻ തിരുവനന്തപുരത്ത് ശുശ്രൂഷകർക്ക് വേണ്ടി ഒരു മീറ്റിംഗ്, അതിൻ്റെ ഫീ അവിടെ മാത്രം 1500. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല അത് കൊടുക്കാൻ. കാരണം എന്നാ, അതിനേക്കാളും വലിയ സമ്പത്താണ് ദൈവവചനത്തിലൂടെ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു ഹല്ലേലൂയ പറഞ്ഞ്, ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞ്. ഹല്ലേലൂയ. വീട്ടിൽ വെക്കേണ്ട ശുശ്രൂഷ ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ 10-30,000 രൂപയുടെ ഒരു ഡിഫറൻസ് വരും. അതൊന്നും വലിയ വിഷയമായി കണക്കാക്കുന്നില്ല. അത് ദൈവമൊരുക്കും. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബ്രദറിൻ്റെ അടുത്ത് ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്ന്. ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ. ഹല്ലേലൂയ. ഇതെല്ലാം വിശ്വാസത്താൽ. എന്നെ അറിയാവുന്നവർക്കറിയാം. ഹല്ലേലൂയ. ഒരു കാര്യം ചെയ്യാൻ എൻ്റെ കയ്യിൽ കാശില്ലെങ്കിലും ആ സമയമാകുമ്പോൾ ആ കാര്യത്തിന് ഞാൻ ഇറങ്ങിപ്പോകും. ആ ഓഫീസിൽ കയറുമ്പോഴായിരിക്കും പൈസ എൻ്റെ പോക്കറ്റിലെത്തുക. അതാണ് വിശ്വാസ ജീവിതം. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഓള് ബുക്ക് ചെയ്യാനോ നിങ്ങൾക്ക് ആഹാരം വാങ്ങാനൊന്നും കയ്യിലൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അത് കർത്താവ് തരും. അതാണ് വിശ്വാസം. ഹല്ലേലൂയ. ആ വിശ്വാസത്തോട് നിങ്ങളും കൂടെ ചേരുമ്പോൾ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ആദ്യത്തെ ശുശ്രൂഷകൻ എന്നെ വിളിച്ചറിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ നോക്കി. അദ്ദേഹത്തോട് പറഞ്ഞു, AC ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്ത് തരാം. അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടല്ല, ഞാൻ അങ്ങോട്ടാ പറഞ്ഞേ. എന്തുകൊണ്ടായിരിക്കും എന്നറിയാമോ? എൻ്റെ കർത്താവിനെ വഹിച്ചു കൊണ്ടുവരുന്നവർ നന്നായിട്ട് വരണമെന്ന അറിവ് എനിക്കുള്ളത് കൊണ്ടാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. എത്ര പേരെൻ്റെ കൂടെ ഉണ്ടാ? നിങ്ങളുടെ അകത്ത് നിങ്ങൾ കർത്താവിനെ വഹിക്കുന്നവരാണെങ്കിൽ കർത്താവിൻ്റെ മഹത്വം നിങ്ങളുടെ മേലുണ്ട്. ആ മഹത്വത്തിൽ നിങ്ങൾ പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ജിസ്സിനോട് പറഞ്ഞു, ജിസ്സേ ഇതേ ഒരു സ്കൂട്ടറിൽ ഒരു 3 പേര് പോകുന്ന കണ്ടോ അല്ലേ? ഇന്നത്തെ കാലത്ത് 3 പേര് ഇവിടുത്തെ നിയമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പോയാലോ അല്ലേ? ഏതോ കുറച്ച് ദൂരത്തേക്ക് കഷ്ടപ്പെട്ട് 3 പേര് പോകുന്നതാണ്. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, നീ ഓർത്ത് നോക്കിയേ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ 5 പേരാണ് ഇതുപോലത്തെ ഒരു സ്കൂട്ടറിൽ പോയിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ ഇരിക്കും ഓടിക്കാൻ, എൻ്റെ വൈഫ് കയറി എൻ്റെ പുറകിലിരിക്കും ഓടിക്കാൻ. പ്രൈസിലോ. ഈ സ്കൂട്ടറിൻ്റെ ഈ ഗ്യാപ്പിലേക്ക് സ്തുതിനെ കയറ്റും. സ്തുതി ചെറുതായിരുന്നു, കയറ്റും. അതിൻ്റെ പുറകിൽ ജിസ് എവിടെയാ? എൻ്റെ മുമ്പിലുള്ള ഈ ഗ്യാപ്പിൽ. അല്ലെങ്കിൽ സ്തുതി ബേക്കിൽ, ജിസ് ബേക്കിൽ. എന്നിട്ട് ഈ തിരിക്കാൻ നേരത്ത് ജിസു പറയും അമ്മേ. ഏതാ ഇതിങ്ങനെ തിരിക്കാൻ നേരത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ ആയിട്ട് അല്ലേ? ഓടിക്കുന്നവർക്കറിയാം ഈ സാധനം കൊണ്ട് തിരിക്കുമ്പോൾ എന്ത് പറ്റും അല്ലേ അജിത്തെ? അപ്പോൾ ഈ 2 ഇരിക്കുമ്പോൾ എന്താവും? ഇങ്ങനെ ടൈറ്റ് ആവും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഇടയിൽ വേറൊരു 2 കാലും എവിടെയാ? സീറ്റല്ല, പകുതി കാലിലും പകുതി സീറ്റലുമായിട്ട്. അപ്പോൾ റോഡ് സൈഡിലുള്ളവരൊക്കെ ഇങ്ങനെ നോക്കും, അമ്മോ 5 എണ്ണം ഒരെണ്ണത്തിൽ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ആ സ്കൂട്ടറോ സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ, അത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 1/2 മണിക്കൂർ കഴിയും. പ്രൈസ് ദി ലോർഡ്. ചില സമയങ്ങളിൽ എടുത്തു വെച്ച് ഇങ്ങനെ ചവിട്ടണം
അവസാനം എൻ്റെ മസിലെല്ലാം ഒരു പരിവായിട്ട് ഇരുന്നിട്ടുണ്ട്. കർത്താവേ എന്ന് എനിക്ക് നല്ലൊരു വണ്ടി തരും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവ് ആ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞപ്പോൾ കർത്താവ് വേറെ ഒരു നല്ല പുതിയ ബൈക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഇപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങൾക്ക് ഈ ബൈക്കിലും ഈ 5 എണ്ണം എങ്ങനെ പോകാനാ കർത്താവേ? കാരണം ബൈക്കിലും ഈ പെട്രോൾ അടിക്കുന്നതിൻ്റെ മുകളിലെത്തി. പുതിയൊക്കെ പെട്രോൾ ഏതാ വെയിലത്തൊക്കെ വണ്ടി കൊണ്ടുവച്ച് കയറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കയറിക്കോളാൻ പറയും. കയറി ഇരിക്കുമ്പോൾ തന്നെ അയ്യോ എന്ന് വെക്കും ഇവരൊക്കെ. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. കാരണം എന്താ, ഇത് നല്ല ചൂടായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങൾക്ക് 5 പേർക്ക് പോകാനായിട്ട് പ്രൈസ് ദി ലോർഡ് ഒരു വാഹനം തരണമേ. അപ്പോൾ അന്ന് ഈ അംബാസഡർ കാറൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ പലരോടും ചോദിക്കും. അപ്പോൾ പറയും സെക്കൻഡ് ഹാൻഡ് കിട്ടാനുണ്ട് 35,000 ബ്രദറെ. എൻ്റെ പോന്നെ 35,000, അതിനുള്ള കാശൊന്നും ഇല്ല കയ്യിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ എനിക്കൊരു മാരുതി 800 കിട്ടി. നിങ്ങളെന്താ വിചാരിക്കുന്നത്? BMW കിട്ടിയ പോലെയായിരുന്നു അന്ന് മാരുതി 800. ഹല്ലേലൂയ. ഞങ്ങളതിലങ്ങ് ആർമാദിച്ച് നടന്നു യാത്ര ചെയ്യാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് നേരെ കണ്ണൂരേക്ക്. എവിടുന്നാ? ചാലക്കുടിയിൽ നിന്ന് നേരെ 325 കിലോമീറ്റർ കണ്ണൂരേക്ക്. വരുന്ന വണ്ടി എത്രയാ? എടുത്തപ്പോൾ തന്നെ നല്ല പഴഞ്ചനാ. പ്രൈസ് ദി ലോർഡ്. ഓടി 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 തലശ്ശേരി എത്താനാകുമ്പോൾ തന്നെ എൻജിൻ ചൂടായി മുകളിൽ നിന്ന് ഇങ്ങനെ പുക മേലോട്ട് വരും. പിന്നെ നിർത്തിയിട്ട് ഞങ്ങൾ കുപ്പിയിൽ വെള്ളമൊക്കെ ഉണ്ടാകും. എന്നിട്ട് അതിനുള്ള സജ്ജീകരണമൊക്കെ ചെയ്ത് പ്രൈസ് ദി ലോർഡ് എത്തും. വെറുതെ ഒന്നും തീർന്നില്ല. കണ്ണൂർ വന്നിട്ട് കണ്ണൂർ വഴി വയനാട് നിന്ന് ബത്തേരിയിൽ നിന്ന് മുത്തങ്ങയിൽ മൈസൂരിൽ നിന്ന് ഗൂഡല്ലൂർ കൂടി കാട്ടിക്കടയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഏതാ? ഒരു പഴഞ്ചൻ 800 ആയിട്ട് വഴി വല്ലം പെട്ടുപോയാൽ പെട്ടതാ. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഗൂഡല്ലൂർ കാട്ടിക്കട യാത്ര ചെയ്യുന്ന സമയത്ത് റോഡ് സൈഡിൽ കാട്ടാനക്കൂട്ടം. കുറേ പേര് ബൈക്കൊക്കെ നിർത്തിയിട്ടുണ്ട്. ഞങ്ങളും ആകാംക്ഷയോടെ പോയി കാറ് നിർത്തി. എല്ലാവരും കാറിൽ നിന്ന് പുറത്തിറങ്ങി. കാട്ടാനകൾ ഇങ്ങനെയുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലൊരു കാട്ടാന ഇങ്ങനെ തിരിഞ്ഞു ആൾക്കാരെ നേരെ റോട്ടിലേക്ക്. എല്ലാവരും ബൈക്കിൽ കയറി. ഞങ്ങൾ ഓടി വന്ന് കാറിൽ കയറി. കാറ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ കാറ് സ്റ്റാർട്ടാകുന്നില്ല. ഏതാ അത്രയും നേരം ഓടി മൈസൂരിൽ നിന്ന് വരുന്നതാ. ഈ വണ്ടിയുടെ സകല പരിപാടിയും കഴിഞ്ഞിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു ഇറങ്ങി ഓടിക്കോളാൻ പറഞ്ഞു. ഓടി പോയി അടുത്തൊരു വണ്ടി കയറി. ഇവരെ കയറ്റി വിട്ടിട്ട് അടുത്ത ടൗണിൽ പോയിട്ട് ആളെയും കൂട്ടി വന്ന് അത് റെഡിയാക്കിയിട്ട് തിരിച്ചു പോയി. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. അതിൽ കുറച്ച് നാൾ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ കർത്താവ് ഞങ്ങൾക്ക് പുതിയ ഒരു സ്വിഫ്റ്റ് കാർ തന്നു. ഹല്ലേലൂയ. അതിൽ ഞങ്ങൾ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു എർട്ടിഗ കർത്താവ് തന്നു. ഹല്ലേലൂയ. എർട്ടിഗയിലും യാത്ര ചെയ്ത് വീണ്ടും അടുത്ത സ്വിഫ്റ്റ് കർത്താവ് തന്നു. ഹല്ലേലൂയ. ബുള്ളറ്റ് കർത്താവ് തന്നു. ഹല്ലേലൂയ. വേറൊരു ബൈക്ക് കർത്താവ് തന്നു. പിള്ളേരൊക്കെ വലുതായപ്പോൾ അവർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതിന് മൂലധനമൊന്നുമില്ല. എല്ലാം വിശ്വാസത്താലാണ്. എല്ലാം വിശ്വാസത്താലാണ്. നിങ്ങളിൽ ഇരിക്കുന്ന സമ്പന്നനെ നിങ്ങൾ കാണുക. നിങ്ങളിൽ വന്നിരിക്കുന്ന മഹത്വം നിറഞ്ഞവനെ കാണുക. അവനിൽ വിശ്വസിക്കുക. അവനിൽ നടക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ. ആ മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. അവനിലൂടെ നിങ്ങളിൽ ജ്ഞാനം വെളിപ്പെട്ടിരിക്കുന്നു. അവനിലൂടെ ദൈവത്തിന്റെ നീതി നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു. അവനിലൂടെ ദൈവത്തിന്റെ ശുദ്ധീകരണം നിങ്ങളിൽ സംഭവിച്ചിരിക്കുന്നു. അവനിലൂടെ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. കൈയടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മൾ നേരെ POC ബൈബിളിലാണ് പോകുന്നത്. മത്തായി 11:28 നമ്മുടെ കർത്താവായ യേശുവിൽ ഇരിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ചിലർ വിചാരിക്കുന്ന യേശുവിനെ ഇരുത്തുക, യേശുവിൽ ഇരിക്കുക, അത് ഭയങ്കര പ്രയാസമുള്ള കാര്യമല്ലേ? നോ 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 നോ. വളരെ ഈസിയാണ്. നിങ്ങൾക്ക് മനസ്സുണ്ടായാൽ മാത്രം മതി. യേശുവിൽ ഇരിക്കുന്നിടത്തോളം ഈസിയായ മറ്റൊന്ന് ഈ ഭൂമിയിലില്ല. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 11:28 വായിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരും. സത്യവേദ പുസ്തകത്തിൽ നിങ്ങളുടെ എടുത്തു വെച്ചോ കേട്ടോ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ. ഇതാരാ പറയുന്നത്? യേശു.
യേശു പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ. സത്യവേദ പുസ്തകത്തിലെ ഒന്ന് വായിച്ചേ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ, നിങ്ങൾക്ക് അധ്വാനമുണ്ടോ? നിങ്ങൾ ഭാരം ചുമക്കുന്നവരാണോ? അങ്ങനെ ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ. വരാം ബ്രദറെ ധ്യാനത്തിന്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാൾ വരാം ബ്രദറെ, 2 പേർക്ക് ലീവില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഏതാ? ലീവ് ചോദിച്ചിട്ടില്ല, ലീവിന് അപേക്ഷിച്ചിട്ടില്ല, എന്നിട്ട് പറയാണ് ലീവില്ല, ശ്രമിച്ചിട്ടില്ല. അങ്ങനെയാണോ കർത്താവ് പറഞ്ഞത്? എല്ലാവരും എൻ്റെ അടുക്കൽ. ഈ കാര്യസാധ്യതയ്ക്ക് പോകുന്നവരെപ്പോഴും ഒറ്റയ്ക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നവരാ. കാരണം അവരുടെ കാര്യം നടന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. പക്ഷെ സത്യം തിരിച്ചറിഞ്ഞവരെല്ലാവരെയും കർത്താവിലേക്ക് കൊണ്ടുവരും. കാരണം കർത്താവിൽ ജീവിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടാണ്. എല്ലാത്തിനോടും യുദ്ധം ചെയ്യണം. ആ തലതിരിഞ്ഞു പോയ മൂത്ത സന്തതിയും തലതിരിഞ്ഞു പോയ കെട്ടിയോനും ഇവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കർത്താവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭവനം സന്തോഷകരമായി. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് വരുവിൻ, ഒരാൾ വരുവിൻ എന്നല്ല പറഞ്ഞത്, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. അടുത്തത്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. Come to me, I will give you rest. ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. Praise the Lord. ഫ്രീ ആയിട്ടാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത് അല്ലേ? അത് തുടക്കത്തിൽ രക്ഷ ഫ്രീ ആണ് കേട്ടോ. അത് കഴിഞ്ഞാൽ വില കൊടുത്തു വാങ്ങണമെന്നാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അത് വചനമുണ്ട്, ഞാൻ പഠിപ്പിച്ചോളാം. പിന്നെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾക്ക് പിടുത്തം കിട്ടിയോ? തുടക്കത്തിൽ നമുക്ക് ഫ്രീ ആണ്, പിന്നെ കർത്താവിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ വില കൊടുക്കാതെ പ്രാപിക്കരുത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. രക്ഷ ഫ്രീ ആണ്, വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല. അതു ദാനം ദാനം ദാനം. ഹല്ലേലൂയ. അങ്ങനെ രക്ഷ പ്രാപിച്ച ഒരുവൻ പിന്നെ വളരാൻ വേണ്ടി അവനെ ആരെങ്കിലും സഹായിക്കുമ്പോൾ വില കൊടുത്ത് വേണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. എത്ര പേരെന്റെ കൂടെ ഉണ്ട്? വില കൊടുത്തു വാങ്ങി ഭക്ഷിപ്പീൻ. ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഞാനത് ഇതിലേക്ക് ഞാൻ കൊണ്ടുവരുന്നില്ല. 11:29 ഒന്ന് വായിച്ച്. അങ്ങനെ കർത്താവിൻ്റെ അടുത്തേക്ക് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരെയും എല്ലാവരെയും കർത്താവ് ക്ഷണിക്കുന്നു. അവർ കർത്താവിൻ്റെ അടുത്ത് വന്നാൽ അവർക്ക് ആശ്വാസം ലഭിക്കും. 29 POC വായിച്ച്. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാം? ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും. യേശു തന്നെ പറഞ്ഞു കൊടുക്കുക, പരിചയപ്പെടുത്തുക. ഞാൻ ആരാണ്? ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ. യേശുവിന്റെ ഉള്ളം എങ്ങനെയാ? വിനയം നിറഞ്ഞിരിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവപുത്രൻ വിനയമുള്ളവനാണ്. പേര് മാത്രമല്ല വിനയനെന്ന്. ചിലരുടെ പേര് മറിയെന്നൊക്കെയാണ്, പക്ഷെ മാതാവുമായിട്ട് സ്വഭാവം കൊണ്ട് ഒരു ഗുണവും ഇല്ല. പേരെന്നാ ചേട്ടാ? ജോസഫ്. ഓ നീതിമാനാണല്ലേ. അതെന്നാ നീതിമാൻ എന്ന് പറഞ്ഞാൽ അതുപോലും അറിയത്തില്ല ജോസഫിന്. ഒരു ഹല്ലേലൂയ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു പറയുകയാണ്, ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് വന്നതാണ്, എൻ്റെ വാക്കിനാലാ ഇത് മുഴുവൻ ഉണ്ടായത്. നിനക്ക് ഈ അസ്തിത്വം തന്നെ ഞാനാ, പക്ഷെ നിന്റെ മുമ്പിൽ വിനയത്തോടെ ഞാൻ നിൽക്കുന്നു. ഹല്ലേലൂയ. യേശു രാജകീയ പദവി കൊടുത്ത പീലാത്തോസിന്റെ മുന്നിൽ കുനിഞ്ഞു നിന്നു വിനയത്തോടെ. ഓഹോ, നമ്മളാരാ? നമ്മൾ തുരുത്തി സൈമണല്ലേ? ഞാനാരാന്നാ വിചാരം? പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയാണ്, ഞാൻ ശാന്തശീലനോ
വിനീതഹൃദയനുമാകയാൽ എന്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. എന്റെ അടുത്തു വരുന്നവരെല്ലാം എന്റെ നുകം വഹിക്കണം, എന്നിൽ നിന്നും പഠിക്കണം. എത്ര പേരെന്റെ കൂടെയുണ്ട്? യേശുവിന്റെ അടുക്കൽ വരുന്നവർ യേശുവിന്റെ നുകം വഹിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുവിൽ നിന്ന് പഠിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേർ യേശുവിൽ നിന്ന് പഠിക്കാറുണ്ട്? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലായിരിക്കുമ്പോൾ ബൈബിൾ എടുത്ത് വായിച്ച് പ്രാർത്ഥിച്ച് വീണ്ടും വായിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ പഠിക്കുന്നത് യേശുവിൽ നിന്നാണ്. യേശുവിൽ നിന്ന് പ്രാപിച്ചവരിൽ നിന്ന് വേണം നിങ്ങൾ പഠിക്കാൻ. നിങ്ങൾ പഠിക്കുന്നത് യേശുവിൽ നിന്നുള്ളതാണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണം. യേശുവിൽ നിന്ന് നിങ്ങൾ പഠിക്കുവീൻ. അവൻ്റെ ജീവിതം, അവൻ്റെ പ്രവൃത്തി, അവൻ്റെ പെരുമാറ്റം, അവൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ വചനത്തിലൂടെ ഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അവനിൽ നിന്നും പഠിപ്പിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. യേശു പറഞ്ഞേ, എൻ്റെ അമ്മയായ മറിയത്തിൽ നിന്ന് നിങ്ങൾ കുറച്ച് പഠിക്കണം, ജോസഫിൽ നിന്ന് കുറച്ച് പഠിക്കണം, പത്രോസിൽ നിന്ന് കുറച്ച്. എടാ, ഇതൊക്കെ നിങ്ങൾ പഠിക്കാൻ പോയാൽ എന്നാ പറയുമെന്നറിയോ? എനിക്കറിയത്തില്ല ഈ സാധനത്തിന് ഒന്നും. പ്രൈസ് ദി ലോർഡ്. ഇതാരുടെ സ്വഭാവ? ആരുടെ സ്വഭാവ? അല്ല, പത്രോസിന്റെ. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞത്. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ആരുടെ സ്വഭാവം? പത്രോസിന്റെ സ്വഭാവം എന്നായിരുന്നു? കൂടെ നടന്നയാളെ എനിക്ക് പുള്ളിനെ അറിയില്ല. ഇസ്ലാം. ജോസഫിന്റെ സ്വഭാവം എന്തായിരുന്നു? ഒഴിവാക്കാം, ഇട്ടുകളയാം. അയ്യോ, ശരിയാവൂല, നാണക്കേടാവും, മാനക്കേടാവും. പ്രൈസ് ദി ലോർഡ്. ഇലയും മുള്ളും ആരും ഒന്നും അറിയണ്ട, സൂത്രത്തിൽ തന്ത്രപൂർവ്വം ഒഴിവാക്കിയേക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാവിനെ മറിയത്തെ ജ്ഞാനമാണെന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ 3 ദിവസം യേശു കൂടെ ഉണ്ടായിരുന്നിട്ടും ജ്ഞാനമുള്ള മറിയം അറിഞ്ഞില്ല. മറിയം ജ്ഞാനമൊന്നുമല്ല. ജ്ഞാനം ആരാന്ന് ഇതിന്റെ ബാക്കി നമ്മൾ പഠിക്കാൻ സമയം കിട്ടിയാൽ പഠിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. അപ്പൊ നിങ്ങൾ ആരിൽ നിന്നാ പഠിക്കണം? യേശുവിൽ നിന്നാണ് പഠിക്കേണ്ടത്. ഇതൊന്നും അറിയാതെ പണ്ട് ഞാൻ മരിയൻ ധ്യാനം നടത്തുമായിരുന്നു. ഏതാ? 7 ദിവസത്തെ ധ്യാനം, മരിയൻ ധ്യാനം. താമസിച്ച് ക്ലാസ് മെയിനായിട്ട് ആരെക്കുറിച്ച്? മറിയത്തെക്കുറിച്ച്. എടാ, അത് പഠിക്കാനാണോ പറഞ്ഞ കർത്താവ്? യേശുവിൽ നിന്ന് പഠിക്കാനാണ്. ഇടയ്ക്കിടയ്ക്ക് തലവേദന വരും, തലയ്ക്ക്. അങ്ങനെ പ്രശ്നമുള്ള ആരെങ്കിലും ഉണ്ടെന്ന് ഇന്ന് കൈ ഉയർത്തി പിടിച്ചോ. കർത്താവ് അവരെ പിടിപ്പിക്കുന്നുണ്ട്. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ഹല്ലേലൂയ. ആരിൽ നിന്നാ പഠിക്കേണ്ടത്? യേശുവിൽ നിന്ന് പഠിക്കും കേട്ടോ. യേശുവിൽ നിന്ന് പഠിച്ചോണം കേട്ടോ. വചനം വായിക്കുക, വചനം ഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. വചനം വായിക്കാനൊക്കെ സമയം കിട്ടുന്നുണ്ടോ? ഉണ്ടോ? സത്യമാണോ? ഹല്ലേലൂയ. വചനം നന്നായിട്ട് വായിക്കുക, വചനം പഠിക്കുക കേട്ടോ. ഷാലാറാല. കണ്ണടച്ചോ. നന്ദി പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ. ഈ ഹെഡേക്ക് അഴിയട്ടെ, തലവേദന അഴിയട്ടെ, ഇതിന് കാരണമായ പ്രശ്നങ്ങൾ അഴിയട്ടെ, ഭാരങ്ങൾ അഴിയട്ടെ. യേശുവിലേക്ക് ഇവളുടെ പ്രശ്നങ്ങളെ ഇവൾ വിട്ടുകൊടുക്കട്ടെ. യേശുവിന് കൊടുക്കുക, യേശുവിന് കൊടുക്കുക. യേശുവിന് കൊടുത്താൽ നീ ഫ്രീ ആകും. യേശുവിന് കൊടുത്ത് നന്ദി പറഞ്ഞാൽ ഏത് വിഷയമാണോ നിന്റെ ഉള്ളിൽ കലങ്ങുന്നത് അത് നിന്നെ വിട്ടുപോകും. സ്വർഗീയ സമാധാനം നിന്നിൽ വരും. യേശുവിൽ വിശ്വസിച്ച് യേശുവിന് നന്ദി പറഞ്ഞ് ഭാരങ്ങളെ കൊടുത്ത് ഫ്രീ ആകൂ മകളെ. യേശുവിന്റെ നാമത്തിൽ ഇവളുടെ ഹെഡേക്ക് ഞാൻ അഴിയുന്നു. ഇവളെ സ്വതന്ത്രമാക്കുന്നു. ദുഃഖത്തിന്റെ സ്പിരിറ്റ് ഇവളെ വിട്ടുപോകട്ടെ. അഴിയുക. ഗെറ്റ് ഔട്ട് ദ നെയിം ഓഫ് ജീസസ്. പാപങ്ങളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ബലത്തെയും യേശുവിന്റെ നാമത്തിൽ ചവിട്ടി മതിക്കുന്നു. യേശുവേ നന്ദി, 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 നന്ദി. അഴിയട്ടെ, 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 അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അഴിക്കുക, അഴിയുക, 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 അഴിയുക. ഫ്രീ, 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 ഫ്രീ.
ജീസസ്. Hallelujah. Thank you, Nay, Jesus. hallelujah. Thank you, Jesus. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. കർത്താവിന് വിട്ടുകൊടുത്ത് കുറേ നേരം നന്ദി പറയണം കേട്ടോ. Hallelujah. ഇതെല്ലാം കൂടെ എടുത്ത് തലയിൽ വെച്ചോണ്ടിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Hallelujah. അന്ന് ആദിമസഭയിലൊക്കെ കുടുംബത്തിൽ ചിലരെ വെട്ടുകൊണ്ട് മരിച്ചു, അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. Hallelujah. അവരാരും കരഞ്ഞുകൊണ്ടൊന്നും ഇരുന്നില്ല, അയ്യോ ആരതി ഇതൊന്നും പറഞ്ഞില്ല. അതിൻ്റെ വേറൊരു രൂപത്തിൽ നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിലൊക്കെ പലതും നടക്കും. Hallelujah. നെവർ മൈൻഡ്, കർത്താവിൽ വിശ്വസിക്കുക, നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. Hallelujah. ഭാരമൊക്കെ അവർ ചുമന്നോട്ടെ കേട്ടോ, എല്ലാ ഭാരവും കൂടെ നിങ്ങൾ എടുക്കരുത്. കർത്താവിന് കൊടുക്കാൻ നന്ദി പറയാൻ സ്വതന്ത്രമാണ്. പ്രൈസ് ദി ലോർഡ്. Amen. ഹല്ലേലൂയ. Hallelujah. ഉറക്കം കുറവാ അല്ലേ? അല്ലേ? ആ, രാത്രി ഉറങ്ങരുത്, പകൽ ഉറങ്ങണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. വരുന്നു കൈയടിച്ച് കത്താൻ നന്ദി പറഞ്ഞു. Praise the Lord. ഹല്ലേലൂയ. Hallelujah. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. Hallelujah. ഹല്ലേലൂയ. ഓക്കെ, ഞാൻ ശാന്തശീലനും എങ്ങനെയുള്ളയാളാണ്? വിനീത ഹൃദയനുമാകിയാൽ എന്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുകയും ചെയ്താൽ. എത്ര പേരെൻ്റെ കൂടെ ഉണ്ട്? യേശുവിൻ്റെ അടുത്ത് വരണം, യേശുവിൻ്റെ നുകം വഹിക്കണം, യേശുവിൽ നിന്ന് പഠിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ വായിച്ചേ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? ആശ്വാസം. എല്ലാവരും പറഞ്ഞു എന്ത് ലഭിക്കും? അപ്പൊ നിങ്ങൾക്ക് ആശ്വാസമില്ലെങ്കിൽ നിങ്ങൾ നുകം വഹിക്കുന്നില്ല, അവനിൽ നിന്നും പഠിക്കുന്നില്ല. എത്ര പേരെൻ്റെ കൂടെ ഉണ്ട്? ഹല്ലേലൂയ. ഇവിടുത്തെ കിട്ടിയോ? നിങ്ങൾക്ക് ചിലര് പ്രാർത്ഥിക്കൊന്നും വേണ്ട, സ്ലേയിങ് അങ്ങനെ അവർ നടക്കുമ്പോ തന്നെ ഇങ്ങനെയാണ്. എന്നാ ആശ്വാസം ചിലരെ കണ്ടിട്ടില്ലേ? നടക്കുന്ന കണ്ടിട്ടില്ലേ? ഒരു സമാധാനം, ആശ്വാസം. നിലാവത്ത് കോഴി അഴിച്ചു ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെല്ലാം കാണുന്നത് വേറെ എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഇപ്പം എന്നാ പറഞ്ഞേ വല്ലതും പറഞ്ഞോ? പ്രൈസ് ദി ലോർഡ്. അതുപോലും കേൾക്കാൻ പറ്റുന്നില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവിൻ്റെ അടുക്കൽ വരിക, അവൻ്റെ നുകം വഹിക്കുക, അവനിൽ നിന്ന് പഠിക്കുക. അടുത്തിരിക്കുന്നൊക്കെ കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞേ, കർത്താവിൻ്റെ അടുത്ത് വരിക. പറഞ്ഞേ. ആ, കെട്ടിയോൻ്റെ കൈയൊന്ന് പിടിച്ചോ. പുള്ളിയാണെങ്കിൽ വിശ്രമിക്കുന്നുണ്ട് നന്നായിട്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവിൻ്റെ അടുക്ക വരിക. പറഞ്ഞേ, അവനിൽ നിന്ന് പഠിക്കുക, നുകം വഹിക്കുക, അപ്പോൾ ആശ്വാസം ലഭിക്കും. ഹല്ലേലൂയ. യേശുവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നത് എവിടെയാണ്? എവിടെയാണ് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നത്? മനസ്സിൽ ഏതാ? ശരീരം എന്താ? ആരോ പറഞ്ഞു? എന്താണ്? മനസ്സിൽ പറഞ്ഞു. അടുത്ത് പറഞ്ഞാൽ മതി. ഇനി മനസ്സ് പറയണ്ട. വേറെ ഏതാ? ശരീരത്തിൽ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. 11:29 സത്യവേദ പുസ്തകത്തിൽ വായിച്ച് പിയോസിയിൽ രേഖപ്പെടുത്താത്ത ഒന്ന് സത്യവേദ പുസ്തകത്തിൽ കാണാം. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ. യേശുവിനെ പോലെ സൗമ്യൻ ആരുള്ളൂ? പക്ഷെ ദൈവിക കാര്യത്തിൽ ഒരു സൗമ്യതയും നമുക്ക് യേശുവിൽ കാണാൻ പറ്റത്തില്ല ചില സമയത്ത്. പ്രൈസ് ദി ലോർഡ്. യേശു എന്ത് ചെയ്തു? നാണയം മാറ്റക്കാരുടെ മേശ പണിച്ചെറിഞ്ഞു. ഭയങ്കര സൗമ്യതയാണോ അപ്പൊ തോന്നിയേ? എന്നാ കാര്യം? എൻ്റെ ആലയം പ്രാർത്ഥനാലയമാകേണ്ടതിന് പകരം അവരതിനെ കച്ചവട സ്ഥലമാക്കി, ആത്മീയതയെ ബിസിനസ്സാക്കി. പ്രൈസ് ദി ലോർഡ്. പള്ളിപ്പെരുന്നാളിന് PPV അല്ലേ? അതൊന്നും ഇല്ല. പിന്നെ എന്ത് പെരുന്നാള്? കർത്താവ് വല്ല ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ അടി അച്ഛനിട്ട്, രണ്ടാമത്തെ അടി കപ്പ്യാർക്കിട്ട്, അതിനു മുമ്പ് കാറേ കയറാൻ നോക്കിയ മെത്രാനിട്ടൊന്ന് കിട്ടും. കാറും തല്ലി പൊളിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇതിന്റെ ഒക്കെ ന്യായവിധി കിട്ടാൻ പോകുന്നേ ഉള്ളൂ. ഹല്ലേലൂയ. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടണം. നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കിയിരിക്കുന്നു. നാണയമാറ്റക്കാർ, ബിസിനസ്. പ്രൈസ് ദി ലോർഡ്. വാഴക്കുല നേർച്ച. എന്നാ കൊലയാടാ ഇതൊക്കെ? വാഴക്കുല നേർച്ച. പൂവങ്കായ് കൊണ്ടുവരുന്നു, തൂക്കുന്നു.
അച്ഛനും കൊച്ചച്ഛനും ഇപ്പുറം കയറിയിരിക്കുന്നു, ഇങ്ങേപ്പുറം കുറെ കൊല കൊണ്ട് നോക്കുന്നു, വേറെ ഒരുത്തം വരുന്നു, ഇവിടെ കയറിയിരിക്കുന്നു, ഇവിടെ കുറെ കൊല കൊണ്ട് തൂക്കുന്നു, തുലാസിൽ തൂക്കുന്നു, ആ വാഴക്കൊല എടുത്ത് വയ്ക്കുന്നു, കുറെ പൊട്ടന്മാർ ക്യൂ ആയിട്ട് നിൽക്കുന്നു, നേർച്ച ഇടുന്നു, ഒരു കാ കിട്ടുന്നു, അതുകൊണ്ട് പോകുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. മരമണ്ടന്മാർ. ക്രിസ്തുവിൽ വരാനോ ക്രിസ്തുവിൽ നിൽക്കാനോ ക്രിസ്തുവിന്റെ മുഖം വഹിക്കാനോ ക്രിസ്തുവിൽ നിന്ന് പഠിക്കാനോ തയ്യാറാകുന്നുമില്ല, അത് ചെയ്യുന്നുമില്ല, ചെയ്യുന്നവരെ പുറത്താക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞു. ഇത് ഏത് സഭയാടാ? ഇതിന് പറയുന്ന പേരാണ് വ്യാജസഭ, ദുരാത്മാവ് ഭരിക്കുന്ന സഭ. ദൈവത്തിന്റെ ആത്മാവ് എനിക്കൊരു ശരി തരുന്നുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇത് തിരിച്ചറിയുന്നവർ ഭാഗ്യമുള്ളവർ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എവിടെയാണ് ആശ്വാസം? ആത്മാക്കൾ. എവിടെയാണ്? നിങ്ങളിൽ 3 തലങ്ങളുണ്ട്. ഒന്ന് ആത്മാവ്, ഒന്ന് ദേഹി, ഒന്ന് ദേഹം. 3 തലമാണ്: ദേഹം, ദേഹി, ആത്മാവ്. ദേഹിയിലുള്ളതാണ് നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ ഇച്ഛാശക്തി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദേഹിയുടെ ഭാഗമാണത്. നിങ്ങൾക്ക് യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ ആശ്വാസം ലഭിക്കുന്നത് എങ്ങനെ? ധ്യാനത്തിന് വരുമ്പോൾ കിട്ടുന്ന ആശ്വാസത്തിന്റെ കാര്യമല്ല, അവനിൽ നിന്ന് പഠിക്കുമ്പോൾ, വചനം കേട്ട് അത് തിരിച്ചറിഞ്ഞ് അത് വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിനെന്ത് കിട്ടും? ആശ്വാസം കിട്ടും. അപ്പൊ സത്യത്തിൽ നിങ്ങളിൽ ഒട്ടും ആശ്വാസമില്ലാതിരിക്കുന്നത് നിങ്ങളുടെ ദേഹിയല്ല, ശരീരമല്ല, ആത്മാവാണ്. ഹലോ, എത്ര പേരെൻ്റെ കൂടെ ഉണ്ട്? ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ആടി ഒലയുന്നത് നിങ്ങളുടെ ആത്മാവിന് ആശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. ആത്മാവ് വചനത്താൽ പരിപോഷിപ്പിക്കപ്പെട്ടതാണെങ്കിൽ ഏത് പ്രതികൂലം വന്നാലും അത് നിങ്ങളെ ബാധിക്കുകയില്ല. ആത്മാവിൽ നിന്നാണ് ആശ്വാസം നിങ്ങളുടെ മനസ്സിലേക്ക്, ദേഹിയിലേക്ക്, നിങ്ങളുടെ ശരീരത്തിലേക്ക് വെളിപ്പെടുന്നത്. നിങ്ങൾക്ക് ആശ്വാസമില്ലാത്തപ്പോൾ നിങ്ങളുടെ മനസ്സിന് ആശ്വാസം ലഭിക്കുവാൻ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതെല്ലാം താൽക്കാലികമല്ലേ? ചിലർ ആശ്വാസം കിട്ടാൻ വേണ്ടി ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുക. അവരാശ്വാസം കിട്ടാൻ വേണ്ടി വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോയി, പുറത്തേക്ക് പോയി 3-4 ദിവസം അലഞ്ഞു കടന്ന് തിരിച്ച് കയറി വന്നു. അവർക്ക് ആശ്വാസം കിട്ടിയോ? ഇല്ല. ചിലർ പറയും പൊട്ടിക്കടാ പൊട്ടിക്കടാ, ഇന്ന് 2 കൂടുതൽ അടിക്കണം. ഹല്ലേലൂയ. ഏതാ ആശ്വാസം കണ്ടെത്താൻ വേണ്ടി? ഏതാ? കുപ്പി. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. അവരാശ്വസിക്കാൻ നോക്കുന്ന ഏതാ? കുപ്പി. വേറെ ചിലർ പറയടാ നമുക്കെല്ലാം കൂടെ പോവാടാ, ഒന്ന് എവിടം വരെ പോകാം? മക്ക വരെയോ? എവിടെയാ പോട്ടെ? മക്കയ്ക്ക് പോവാ, ഇല്ലെങ്കിൽ എവിടെയാ? നമ്മുടെ തിരുവനന്തപുരത്ത് മറ്റേ സ്ഥലത്ത് പോവാം, ഗോവയിൽ പോകാം. സത്യത്തിൽ ആശ്വാസം കിട്ടിയോ? പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഏതോ ഒരു അണ്ണാനെ പോലെ ഇങ്ങനെ നടപ്പുണ്ട്. ഇപ്പൊ കൂടുതൽ പോയി ആശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. അല്ലേ, കുടിച്ചു നടന്നവന് രാവിലെ എഴുതിക്കുമ്പോൾ അവൻ്റെ സഹോദരൻ, പിന്നെ അവൻ വീണ്ടും കുടിക്കണം ഇച്ചിരി കഴിയുമ്പോഴേക്കും. എന്നാലേ അവൻ എന്ത് കിട്ടുള്ളൂ പറയുന്നേ? പക്ഷെ കർത്താവ് പറയാണ്, നിങ്ങളുടെ ആത്മാവിന് ആശ്വാസം കിട്ടിയാൽ, നിങ്ങളുടെ ആത്മാവിന് ആശ്വാസം കിട്ടിയാൽ നിങ്ങളുടെ ദേഹി ആശ്വസിപ്പിക്കപ്പെടും, നിങ്ങളുടെ ശരീരം ആശ്വസിപ്പിക്കപ്പെടും. പുറമെ നിന്ന് ഉള്ളിലോട്ട് വരുന്നതല്ല റിയലായിട്ടുള്ള ആശ്വാസം, അത് അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഒരാൾ ഒരു കാര്യത്തിൽ നിങ്ങളെ സമാധാനിപ്പിച്ച് സാരയില്ലെന്നൊക്കെ പറഞ്ഞാൽ പുറത്തുനിന്നു വരുന്നതാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൽ, വചനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ആശ്വാസമുണ്ട്. അത് ആത്മാവിൽ നിന്ന് നിങ്ങളുടെ ദേഹിയിലേക്ക്, ദേഹത്തിലേക്ക് വെളിപ്പെടുന്നതാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ.
അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു വിഷയമുണ്ടാകുമ്പോൾ, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് കർത്താവിന് കൊടുത്ത് അവൻ്റെ സന്നിധിയിൽ ഇരുപ്പീൻ, നന്ദി പറയുവീൻ, വചനം വായിപ്പീൻ, പഠിപ്പീൻ. നിങ്ങളുടെ ആത്മാവിന് ആശ്വാസം ലഭിക്കും. ആത്മാവിലുള്ള ആശ്വാസം നിങ്ങളുടെ ദേഹിയിൽ നിറയും, നിങ്ങളുടെ ദേഹത്തിൽ നിറയും. അത് നിങ്ങളെ പിന്നെ കുലുക്കാൻ, പുറമെയുള്ള ഒന്നിനും നിങ്ങളെ കുലുക്കുവാനോ തകർക്കുവാനോ കഴിയുകയില്ല. തൂക്കുകയർ നിങ്ങളുടെ മുന്നിൽ യേശുവിന് വേണ്ടി വിധിക്കപ്പെട്ടാലും നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ നിങ്ങളുടെ ആത്മാവിൽ വന്നിരിക്കുന്ന സമാധാനം നിങ്ങളുടെ ദേഹിയിൽ വെളിപ്പെടും, നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടും. നിങ്ങൾ പുഞ്ചിരിയോടെ ആ തൂക്കുകയറിൻ്റെ മുമ്പിൽ നിൽക്കും. ഹല്ലേലൂയാ. അത് വെളിയിൽ നിന്ന് വന്ന ഒരു സമാധാനമല്ല, അത് വചനത്താൽ, ആത്മാവിനാൽ, നിങ്ങളുടെ ആത്മാവിൽ നിന്ന് വന്ന ഒരു സമാധാനമാണ്. അതിനെ പിടിച്ചു വയ്ക്കുവാൻ ഒരു ശക്തികൾക്കും സാധ്യമല്ല. അഗ്നി വന്നാലും നീ ചിരിച്ചുകൊണ്ടത് കടക്കും. അതുകൊണ്ടാ വചനം പറഞ്ഞത്, നീ അഗ്നിയിലൂടെ കടക്കേണ്ടി വന്നാലും പൊള്ളലേൽക്കുകയില്ല. നീ നദി കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, നിന്നെ തകർത്ത് കളയുവാൻ. ഹല്ലേലൂയാ. നിന്നെ തകർത്ത് കളയാൻ ശക്തമായ ഒരു നദി നിന്റെ മേൽ വന്നാലും, കൊടുങ്കാറ്റടിച്ചാലും, തിരമാല ഉയർന്നു വന്നാലും, വ്യാജത്തിൻ്റെ സുവിശേഷമായ നദികൾ നിന്റെ മേൽ വന്നാലും, നിന്റെ അകത്ത് ക്രിസ്തുവിനാൽ പഠിപ്പിക്കപ്പെട്ട ഒരു സമാധാനമുണ്ടെങ്കിൽ നിന്നെ കുലുക്കിക്കളയാൻ, നിന്നെ തകർത്ത് കളയുവാൻ ഒന്നിനും സാധ്യമല്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയാ. വെളിപാട് പുസ്തകത്തിൽ സർപ്പം വാ തുറന്നൊരു നദി പുറപ്പെടുവിച്ചു. ആ നദിക്ക് പറയുന്ന പേരെന്താണെന്നറിയാമോ? ദുരുപദേശം എന്നാണ്. തെറ്റായ പഠനമാകുന്ന നദി. അനേകർ അതിൽ പെട്ടുപോകും. പക്ഷേ ക്രിസ്തുവിനെ ധരിച്ചവർ, പ്രൈസ് ദി ലോർഡ്, ക്രിസ്തുവിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ടവർ, ഹല്ലേലൂയാ, ആ നദിയെ തടുത്തു നിർത്തും. കൈയടിച്ച കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ആശ്വാസം വരേണ്ടത് എവിടെയാ? നമ്മുടെ ആത്മാവിൽ വരണം. ആത്മാവിൽ ആശ്വാസം വന്നാൽ ഏത് വിഷയം വന്നാലും കൂളാണ്. ജോലി നഷ്ടപ്പെട്ടാലും കൂള, പ്രൈസ് ദി ലോർഡ്. പരീക്ഷ എഴുതി തോറ്റാലും കൂള. റിസൾട്ട് വരുന്നതിന് മുമ്പ് അയ്യോ എനിക്ക് നോക്കാൻ പേടിയാണ് ഇത് പറയല. പറയുന്നതിൻ്റെ കാരണം എന്നാ? ആത്മാവിൽ ആശ്വാസം വന്നിട്ടില്ല. ആത്മാവിൽ ആശ്വാസം വരാത്തതിൻ്റെ കാരണം എന്താ? ക്രിസ്തുവിൻ്റെ നുകം വഹിച്ചില്ല, ക്രിസ്തുവിൽ നിന്ന് പഠിച്ചില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹലോ 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 ഹലോ. ഈ ലോകത്തിൽ ഒരു ശക്തിക്കും നിങ്ങളെ കുലുക്കാൻ സാധ്യമല്ല. ക്രിസ്തുവിൽ നിൽക്കുന്നവനെ കുലുക്കുവാനോ തകർക്കുവാനോ കരയിപ്പിക്കുവാനോ ഈ ലോകശക്തികൾക്ക് സാധ്യമല്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒന്നുകൂടെ വായിച്ച്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. നീ ക്രിസ്തുവിൻ്റെ നുകം വഹിച്ച് ക്രിസ്തുവിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ടാൽ ഒരുപാട് ആത്മാക്കളെ ആശ്വാസത്തിലേക്ക് നടത്തുവാൻ നീ ഉപയോഗിക്കപ്പെടും. ഹല്ലേലൂയ. ഹലോ. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ബ്രദർ. നീ മാത്രമേ ഉള്ളൂ. നീ ക്രിസ്തുവിൻ്റെ നുകം വഹിക്കുക, ക്രിസ്തുവിൽ നിന്ന് പഠിപ്പിക്കപ്പെടുക. നിന്റെ വീട്ടിലുള്ളവർ ആത്മാക്കൾ ആശ്വസിപ്പിക്കപ്പെടാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 11:29 അവനെ കണ്ട് പഠിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ആരിൽ നിന്നാ പഠിക്കേണ്ടത്? യേശുവിൽ നിന്ന്. യേശുവിനെ കണ്ടു പഠിക്കണമെങ്കിൽ യേശുവിനെ നമ്മുടെ മുന്നിൽ വരച്ച് കാണിക്കണം. എങ്ങനെ? യേശുവിൻ്റെ ചിത്രമാണോ? യേശുവിൻ്റെ ജീവിതം വചനത്തിലൂടെ. പ്രൈസ് ദി ലോർഡ്. അവനിൽ നിന്നും പഠിക്കുക, അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പഠിക്കുക. അപ്പോൾ നമ്മുടെ ആത്മാവ് ആശ്വസിപ്പിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫിലിപ്പോസ് ജാതികളുടെ നാടായ ശമരിയയിൽ പോയി സുവിശേഷം പ്രസംഗിച്ചു. ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവര് ശ്രദ്ധയോടെ കേട്ടു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. 1 അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം
5-ാമത്തെ തിരുവചനം ഒന്ന് വായിക്കാമോ? അപ്പോസ്തലപ്രവൃത്തി 8:5. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ആരെയാ പ്രസംഗിച്ചത്? ക്രിസ്തുവിനെ. എല്ലാവരും പറഞ്ഞേ, ആരെയാ പ്രസംഗിക്കേണ്ടത്? ഒരു സുവിശേഷകൻ ഒറിജിനൽ സുവിശേഷകനാണോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒന്നാമത്തെ മാർഗം അയാൾ പഠിപ്പിക്കുന്നത് ആരെക്കുറിച്ചാണ് എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് തന്നെ പഠിപ്പിക്കുന്നിടത്താണ് നമ്മൾ സുവിശേഷം കേൾക്കാൻ പോകേണ്ടത്. വിശുദ്ധരെ കുറിച്ച് പഠിപ്പിക്കുന്നിടത്തല്ല പോകേണ്ടത്. മറിയായെക്കുറിച്ച് പഠിപ്പിക്കുകയോ കൃപയുടെ ആസനമാണെന്ന് പറഞ്ഞ് പത്രം തരികയോ കൊണ്ടുവെക്കുകയോ തിന്നുകയോ ചെയ്യുന്നിടത്തൊക്കെ പോയാൽ നിന്റെ മേൽ ശാപം വരും. അല്ലേ? കൃപാസന ഉടമ്പടി, അവൻ്റെ ഉടമ്പടി, ഒരൊറ്റ ഉടമ്പടി കർത്താവ് നമുക്ക് തന്നു. ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഉടമ്പടി നൽകുന്നു. മറ്റൊരു ഉടമ്പടിയെക്കുറിച്ച് ഇനി പരാമർശിക്കേണ്ടതില്ല. അപ്പോഴാണ് വേറെ ഒരു പുതിയ ഉടമ്പടിയായിട്ട് കുറച്ച് പേര് കച്ചവടം, ബിസിനസ്, ആത്മീയ കച്ചവടം, അതിൻ്റെ പുറകെ കുറേ എണ്ണം. ആദ്യമൊക്കെ ഈ പത്രം തന്നെ അരച്ച് കലക്കി കുടിച്ച് ദഹനക്കേടുമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമായിരുന്നു ചിലർ. ഒരു ഹല്ലേലൂയ പറഞ്ഞ്, എന്തൊരു മനുഷ്യരാ, എന്തൊരു പുരോഹിത വർഗമാണിത്. മിസ്റ്റർ ജോസഫ്, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ന്യായവിധി വലുതാകട്ടോ. മാനസാന്തരപ്പെട്ട് കുപ്പായി ഊരി വെച്ച് കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ റെഡി ആയിക്കോ. നിങ്ങൾ വലിയ ധ്യാനഗുരു ആയിരിക്കും, നമ്മളും വലിയ ധ്യാനഗുരുവൊക്കെ ആയിരുന്നു പണ്ട്. കർത്താവിനാൽ പഠിപ്പിക്കപ്പെട്ടാൽ ഈ പരിപാടിയൊക്കെ നിൽക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശമരിയ പട്ടണത്തിൽ ചെന്ന് ജാതികളോട് ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. Then Philip went down to the city of Samaria and preached Christ unto them. 6-ാം വാക്യം വായിച്ചേ. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഫിലിപ്പോസിന്റെ വായിൽ നിന്ന് ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവർ ഏക മനസ്സോടെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. യേശുവിൽ നിന്ന് ആ ജനം പഠിക്കാൻ തുടങ്ങി എന്നർത്ഥം. അതിന് കാരണമായത് ഫിലിപ്പാണ്. ഫിലിപ്പ് ക്രിസ്തുവിനെ കുറിച്ച് അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അവർ ഏക മനസ്സോടെ അത് കേൾക്കാൻ തുടങ്ങി. ആ ശുശ്രൂഷയിൽ എന്തു സംഭവിച്ചു? 8:7. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷയിൽ, അടുത്ത ശുശ്രൂഷയിൽ, നമ്മുടെ താമസിച്ചുള്ള ധ്യാനത്തിൽ അത് സംഭവിക്കാൻ പോവുകയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. അതല്ലാതെ തന്നെ നമ്മുടെ ശുശ്രൂഷയിൽ എത്ര എണ്ണം അലറി നിലവിളിച്ചു പിശാച് പോയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലേ? എത്ര പേരാണ് നിലവിളിച്ച് ബഹളമൊക്കെ ഉണ്ടാക്കിയത്. എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് എൻ്റെ സെറ്റി വരെ തകർക്കാൻ നോക്കിയ പിശാചികളുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അവസാനം ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ തറയെ കടക്കടി എന്ന് പറഞ്ഞു. സെറ്റിയെ കിടന്ന് ഇളകുക, എന്നിട്ട് സെറ്റി ഇടിച്ച് പഞ്ചറാക്കും. ഹല്ലേലൂയ. അത് ചെറിയ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചാ, ഭൂതളകീത. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പൈശാചിക ശക്തികൾ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു പോകും. അടുത്തത്, അനേകം പക്ഷവാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അത്ഭുത സൗഖ്യങ്ങൾ അവിടെ ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനത്തിൽ വെളിപ്പെട്ടു. അടുത്തത്, അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. അവരുടെ ഉള്ളത്തിൽ ആശ്വാസം ഉണ്ടായി. അത് കേട്ടവരിലെല്ലാം സമാധാനമുണ്ടായി. യേശുവിൻ്റെ വചനം കേട്ടപ്പോൾ അവർക്ക് എവിടെയാ സമാധാനം വന്നത്? ആത്മാവിൽ. എല്ലാവരും പറഞ്ഞ എവിടെയാ? ആത്മാവിൽ. ആത്മാവിൽ വന്ന സമാധാനം അവരുടെ ദേഹിയെ മനസ്സിലേക്ക് വ്യാപരിച്ചു, അവരുടെ ജഡത്തിലേക്ക് വ്യാപരിച്ചു. അവരെല്ലാവരും സന്തോഷത്തിലും സമാധാനത്തിലുമായി തീർന്നു. And there was great joy in that city. വലിയ സന്തോഷം സുവിശേഷത്താൽ അവരുടെ ഉള്ളത്തിൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. അപ്പൊ മത്തായി 11:29 നമ്മൾ കണ്ടു. പഠിച്ചവർക്കും യേശുവിനെ അറിഞ്ഞവർക്കും വലിയ സന്തോഷം, വലിയ ആശ്വാസം, വലിയ വിടുതൽ. ഹല്ലേലൂയ.
ഒന്ന് മത്തായി 11:30 POC നിന്ന് വായിക്കാമോ? മത്തായി 11:30. എന്തെന്നാൽ എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും. യേശു എന്താ പറഞ്ഞ? എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും. അപ്പം ഈ ലോകത്തിൽ ആകെ വഹിക്കാൻ എളുപ്പമുള്ള നുകം യേശുവിന്റെ നുകമാണ്. എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. എന്റെ ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഹലോ, ആരുടെ ചുമടിന്റെ കാര്യമാണ് പറഞ്ഞത്? നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ ചുമക്കുന്ന കാര്യമല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലായോ? വീട്ടിൽ എന്തോ ചെയ്യാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ നിങ്ങൾ വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഭാര്യ 2 ചാട്ടം വെളിച്ചെണ്ണ ഇല്ലാണ്ട് വായും പൊളിച്ച് ഇങ്ങോട്ട് കയറി വന്നു. വേം പോയിട്ട് കറി കിട്ടുക. അപ്പോൾ പറയുകയാണ്, ഓ ഈ ഭാരം ഞാൻ വഹിക്കേണ്ടതില്ല. അത് ആരുണ്ടാക്കിയതാ? കർത്താവിൻ്റെ ആണോ? ഇല്ല, നിൻ്റെ ഭാരമാണ്, നിൻ്റെ കയ്യിലിരിപ്പുണ്ടാ. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. അത് സോൾവ് ചെയ്യേണ്ടത് നിൻ്റെ കടമയാണ്, അല്ലേ? മേടിച്ചില്ലെങ്കിൽ നിൻ്റെ വായിലെ കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് അവളെ ഒന്ന് സോപ്പിട്ട് ക്ലിയറാക്കി. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓക്കേ, അവചനം ഒരിക്കൽ കൂടി വായിച്ചേ. എന്തെന്നാൽ എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യത്തിൽ ക്രിസ്തുവിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങളുടെ ഭാരങ്ങളെല്ലാം നീങ്ങും, ഭാരം കുറയും. നിലവിൽ ഈ ലോകത്തിലുള്ള എല്ലാ സംവിധാനങ്ങളിലും ഇതിനേക്കാൾ ബെറ്ററായൊരു മാർഗമില്ല ഭാരങ്ങളിൽ നിന്ന് സ്വതന്ത്രമാകുവാൻ. വേറെ ഒരു മതങ്ങളിലും ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടില്ല. 11:30 സത്യവേദ പുസ്തകത്തിൽ വായിച്ചേ. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവും ആകുന്നു. ഈസിയാണ്. മൈ ബർഡൻ ഈസ് ലൈറ്റ്. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. ബേർഡൻ ഇല്ലാത്ത ജീവിതം, അല്ലേ? ആകുലതയില്ലാത്ത ജീവിതം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആരിൽ നിന്ന് പഠിച്ചാൽ? ക്രിസ്തുവിൽ നിന്ന് പഠിച്ചാൽ. എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമാണ്, എൻ്റെ ചുമട് ഭാരം നൽകുന്നതല്ല. എന്താണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്ന നുകവും ചുമടും? ഇല്ലെങ്കിൽ കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും. ഏത് അധ്വാനമാണ്? എന്നിട്ട് അവരോട് പറയുകയാണ്, കേട്ടോണേ, അധ്വാനിക്കുന്നവർ ഇങ്ങോട്ട് വന്നേ, ഭാരം വഹിക്കുന്നവർ ഇങ്ങോട്ട് വന്നേ, പഠിച്ചോ, എൻ്റെ നുകം വഹിച്ചോ, അപ്പോൾ നിങ്ങളുടെ എവിടെ ആശ്വാസം കിട്ടും? അപ്പോൾ ആരെയാ കർത്താവ് ശരിക്കും വിളിച്ചത്? ആത്മാവിൽ ഭാരമുള്ളവരെയാ വിളിച്ചത്. ആത്മീയ യാത്ര ഒരു ചുമട് പോലെ വഹിച്ചു. അയ്യോ, എങ്ങനെ കർത്താവിനെ പ്രസാദിപ്പിക്കും? എങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇഷ്ടമുള്ളവനായി ജീവിക്കും? അയ്യോ, ഞാൻ വീണു കർത്താവേ, ഞാൻ ഇന്നലെ ഉപവസിച്ചു പ്രാർത്ഥിച്ചു, ഞാൻ വീണ്ടും വീണു. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. എൻ്റെ ആത്മീയ ജീവിതം ഒരു ഭാരമാണല്ലോ, എനിക്ക് പ്രാർത്ഥിക്കാനാകുന്നില്ല, എൻ്റെ മനസ്സാക്ഷി ശുദ്ധമല്ല. പ്രൈസ് ദി ലോർഡ്. ഞാനത് പറഞ്ഞപ്പോൾ എൻ്റെ കൃപ പോയി എന്നാ തോന്നുന്നത്. ഹല്ലേലൂയ. യേശു അവരെ വിളിക്കുകയാണ്, ആത്മമണ്ഡലത്തിൽ ഉറച്ചു നിൽപ്പാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അധ്വാനിക്കുന്നവരെ എൻ്റെ അടുക്കൽ വരുവേ. ഹല്ലേലൂയ. ഭാരം വഹിക്കുന്നവരെ എൻ്റെ അടുക്കൽ വരുവീ. നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കൂ. അപ്പൊ ചുമടെടുത്ത് ഭാരവുമായിട്ട് വന്നവനോടല്ല പറഞ്ഞത്, നിന്റെ ശരീരത്തിന്റെ ഭാരത്തെക്കുറിച്ചല്ല, നിന്റെ മനസ്സിന്റെ ഭാരത്തെക്കുറിച്ചല്ല, അതിലുപരിയായ ഒരു ഭാരം നിന്റെ ആത്മാവിൽ കിടക്കുന്നത് അവൻ കണ്ടു. പക്ഷെ നീയോ ആത്മാവിൻ്റെ ഭാരം കണ്ടില്ല. നീ നിന്റെ മനസ്സിൻ്റെ ഭാരം കണ്ടു, നിന്റെ ശരീരത്തിൻ്റെ ഭാരം കണ്ടു. അത് മാറുവാൻ നീ ഓടുകയാണ്. യേശു പറയുകയാണ്, നിന്റെ യഥാർത്ഥത്തിലുള്ള ഭാരം അതല്ല, നിന്റെ ആത്മാവിലുള്ള ഭാരമാണ് യഥാർത്ഥ ഭാരം. സത്യമല്ലേ? നമ്മൾ കാണുന്ന ഭാരം ഏതാ?
കെട്ടി വന്നു തുടങ്ങി, അന്ന് തുടങ്ങി എൻ്റെ ഈ കഷ്ടപ്പാട്, ഈ അടുക്കളയിൽ നിന്ന് എനിക്കൊരു മോചനം. എന്നാ ഉണ്ടാക്കി കിടത്താൽ ഈ മനുഷ്യൻ നല്ലതാന്നൊരു വാക്ക് പോലും പറയുക. പ്രൈസ്ലോ. നല്ല ഒരു സ്ഥലത്ത്, ജിമ്മിൻ്റെ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പം അവിടെ വന്നിരിക്കുന്ന ഒരു സഹോദരി വേറൊരുത്തിനോട് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ കേട്ടത് ഇതാ, അതും നല്ലോണം തിന്നിട്ട് അവിടെ കിടപ്പുണ്ടെന്ന്. ആരോ നന്നായിട്ട് തിന്നിട്ട് കിടപ്പുണ്ടെന്ന് പറഞ്ഞതാണ്. പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് തോന്നി കെട്ടിയോൻ്റെ കാര്യമായിരിക്കും പറയുന്നത്. പ്രൈസലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരാ, കെട്ടിയോനാണോ? അപ്പം ചിരിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞ്, ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞ്. എന്നാ ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു കാര്യമില്ല. പ്രൈസലോ അല്ലേ? എന്നാ ചെയ്തിട്ടും എപ്പോഴും ഭാരം. അയ്യോ പൊന്നെ, ആ ഭാരത്തെക്കുറിച്ചല്ല പറഞ്ഞത്. അതിനേക്കാൾ വലിയൊരു ഭാരം നിന്റെ ആത്മാവിൽ കിടപ്പുണ്ട്. അതിൽ നിന്നും നീ സ്വാതന്ത്ര്യം പ്രാപിക്കണം. അതിനാണ് യേശു വിളിക്കുന്നത്. ആദ്യം നിന്റെ ഭാരം മാറേണ്ടത് അവിടെയാണ്. ആദ്യം നീ ആശ്വസിപ്പിക്കപ്പെടേണ്ടത് നിന്റെ ആത്മാവിലാണ്. ആത്മാവിൽ ആശ്വസിപ്പിക്കപ്പെട്ടാൽ നിന്റെ മനസ്സിൻ്റെ ഭാരമഴിയും, നിന്റെ ശരീരത്തിൻ്റെ ഭാരമഴിയും. ചിലര് ആത്മാവിൻ്റെ ഭാരം ശ്രദ്ധിക്കില്ല, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഭാരമഴിയുവാനാണ് ധ്യാനത്തിന് പോകുന്നത്. എൻ്റെ ആത്മാവിൻ്റെ ഭാരം കർത്താവേ കാണിച്ചു തരണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ആത്മാവിൻ്റെ ദാരിദ്ര്യം അതല്ലേ യേശു പറഞ്ഞത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എന്താ അർത്ഥം? സ്വന്തം ആത്മാവിൻ്റെ ദാരിദ്ര്യ അവസ്ഥ, നിജസ്ഥിതി കാണാൻ പറ്റിയാൽ നീയാണ് ഭാഗ്യവാൻ. അപ്പോൾ ആ ദാരിദ്ര്യം മാറ്റുവാൻ നീ ആഗ്രഹിക്കാൻ തുടങ്ങും, പ്രവർത്തിക്കാൻ തുടങ്ങും. എത്ര പേരെൻ്റെ കൂടെയുണ്ട്? പുറമെയുള്ള ദാരിദ്ര്യത്തെക്കുറിച്ചല്ല, നിന്റെ അകത്തൊരു ദാരിദ്ര്യമുണ്ട്. സ്വർഗീയ സമ്പത്ത് ലഭിക്കാത്തതിൻ്റെ ദാരിദ്ര്യം, ക്രിസ്തുവെന്ന സമ്പത്ത് നിന്റെ ഉള്ളത്തിൽ ലഭിക്കാത്തതിൻ്റെ ദാരിദ്ര്യം, ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ സമ്പത്തിനാൽ നിറയപ്പെടാത്തൊരു ദാരിദ്ര്യം നിന്റെ ആത്മാവിലുണ്ട്. ആ ആത്മാവിൻ്റെ ദരിദ്ര സ്ഥിതിയെ കാണുന്നവനെയാണ് യേശു ഭാഗ്യവാൻ എന്ന് വിളിച്ചത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. എവിടെയാ? കൈയടിയൊന്നും കിട്ടിയില്ല. നന്നായിട്ട് കൈയടിച്ച് കർത്താവിന്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഈ ചുമട്, ഈ നുകം ഏതാണെന്ന് അപ്പസ്തോലപ്രവൃത്തി 15:10 കാണാം. അപ്പസ്തോലപ്രവൃത്തി 15:10 വായിച്ചേ. അപ്പസ്തോലപ്രവൃത്തി 15:10. ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം നുകം യേശു പറഞ്ഞ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളത്. എന്നാൽ ഇവിടെ ഇവർ പറയുകയാണ്, നമ്മുടെ പിതാക്കന്മാർക്ക്, ആർക്കാ? പൂർവ്വപിതാക്കന്മാർ, യേശു വരുന്നതിന് മുമ്പുള്ളവർക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ കൈക്കൊള്ളുന്നതിന് മുമ്പ് ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്തോ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഏത് നുകമാണ്? ന്യായപ്രമാണങ്ങൾ, കൽപ്പനകൾ ആകുന്ന നുകം. അതനുസരിക്കാൻ കഴിയാത്തതിലൂടെ വരുന്ന ബുദ്ധിമുട്ട്, അതനുസരിക്കണമെന്നുള്ളതിൻ്റെ നുകം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയാണ്, അത് ശിഷ്യരുടെ മേൽ എങ്ങനെ കെട്ടിവെക്കും ആ നുകം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എന്നിട്ട് 15:11 വായിച്ചേ. കർത്താവായ യേശുവിന്റെ കൃപയാൽ രക്ഷ പ്രാപിക്കും എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു. അപ്പോൾ കൽപ്പനകളോ പ്രമാണങ്ങളോ പാലിച്ചിട്ടല്ല രക്ഷ, കർത്താവായ യേശുവിന്റെ കൃപയാലാണ് രക്ഷ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ രക്ഷ പ്രാപിക്കാൻ പ്രവർത്തികൾ കാരണമാകുന്നില്ല, ദൈവത്തിൻ്റെ കൃപയത്രേ കാരണമാകുന്നത്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുന്നതോടുകൂടെ ഒരുവന്റെ ഉള്ളത്തിൽ യേശു വന്നു വസിക്കുകയും, ഹല്ലേലൂയ,
അവൻ യേശുവിൻ്റെ നുകം, യേശു പറഞ്ഞ കാര്യങ്ങൾ അവൻ വിശ്വാസത്താൽ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് യേശു പറഞ്ഞ നുകം. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. യേശു പറഞ്ഞ വാക്കുകൾ സ്തോത്രത്തോടെ അംഗീകരിക്കുന്നതും സ്വീകരിക്കുന്നതുമാണ് യേശു പറഞ്ഞ നുകം. പ്രൈസ് ദി ലോർഡ്. അത് നീ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ അത് പാലിക്കാനുള്ള കൃപ ആ വചനത്തിലൂടെ നിന്റെ ഉള്ളത്തിൽ ലഭിക്കുന്നു, നീ പോലും അറിയാതെ. ഹല്ലേലൂയ. ആ നുകം വഹിക്കുന്നവനായി നീ രൂപാന്തരപ്പെടുന്നു. അല്ലാതെ ഇല്ലില്ല ഞാൻ അങ്ങോട്ട് നോക്കി, കറുത്ത ഗ്ലാസ് മേടിച്ചിട്ടു. എന്തിനാ? നല്ലത് ഇങ്ങനെ നോക്കുമ്പോൾ നല്ലത് കാണുമ്പല്ലേ കുഴപ്പം. കറുത്ത ഗ്ലാസ് ആദ്യം നോക്കിയില്ല, പിന്നെ പിന്നെ നോക്കാൻ തുടങ്ങി. കാരണം അവർ കാണിയല്ലോ, ഒരു കുഴപ്പമില്ല, കറുത്ത ഗ്ലാസ് ഇട്ടിക്കല്ലേ. ഒരു കലലി പറഞ്ഞു പ്രൈസ്. എന്നാൽ യേശുവിൽ നിന്ന് പഠിക്കാൻ തുടങ്ങുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, യേശുവിൻ്റെ വചനം വായിക്കാൻ തുടങ്ങുമ്പോൾ ആ വചനത്തിലൂടെ വെളിപ്പെടുന്ന ഒരു കൃപയുണ്ട്. ആ വചനത്തിലൂടെ നമ്മുടെ മേൽ വരുന്ന ഒരു ജീവനുണ്ട്. ആ വചനത്തിലൂടെ വെളിപ്പെടുന്ന ഒരു ആത്മശക്തിയുണ്ട്. അത് നമ്മളെ ആ വാക്കുകൾ അനുസരിക്കാൻ പ്രാപ്തരാക്കുന്നു, ആ വാക്കുകളിൽ ജീവിക്കാൻ പ്രാപ്തരാക്കുന്നു. അതാ യേശു പറഞ്ഞത്, എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമാണ്, നിങ്ങളുടെ ആത്മാവിൽ വരുന്ന എൻ്റെ ചുമട് അത് ഭാരമുള്ളവയല്ല. അതുകൊണ്ടാണ് ആദ്യത്തെ സൂനകദോസ് കൂടിയപ്പോൾ അവർ തീരുമാനിച്ചത്, നമുക്കോ നമ്മുടെ പിതാക്കന്മാർക്കോ വഹിക്കാൻ കഴിയാത്ത നുകം, ചുമട് ഇവരുടെ മേൽ നമ്മൾ കെട്ടിവെക്കണ്ട. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാലാണ് അവരും നമ്മളും രക്ഷ പ്രാപിച്ചിരിക്കുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. അവർക്കൊരു കാര്യം മനസ്സിലായി, ഞങ്ങൾ കൽപ്പനകൾ മുഴുവൻ പാലിച്ചിട്ടല്ല വിടുവിക്കപ്പെട്ടത്, രക്ഷപ്പെട്ടത്. യേശുവിൽ വിശ്വസിച്ചപ്പോൾ അവൻ്റെ കൃപയാലാണ് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടത്. രക്ഷിക്കപ്പെടാൻ പ്രവർത്തികൾ കാരണമല്ല, എന്നാൽ രക്ഷിക്കപ്പെട്ടവന് പ്രവർത്തികളുണ്ട്. അത് അവൻ്റെ മേൽ വരുന്ന വചനം ചെയ്യുന്ന പ്രവർത്തികളാണ്, അവൻ്റെ മേൽ വരുന്ന ആത്മാവ് ചെയ്യുന്ന പ്രവർത്തികളാണ്, അവൻ്റെ മേൽ വരുന്ന കൃപ അവനിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന പ്രവർത്തികളാണ്. ആ പ്രവർത്തികളിലൂടെയാണ് സ്വർഗത്തിന് മഹത്വമുണ്ടാകുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവ് യേശുവിൻ്റെ കൃപയാൽ 15:11 വായിച്ചേ. കർത്താവായ യേശുവിന്റെ കൃപയാൽ രക്ഷ പ്രാപിക്കും എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ കൃപയാൽ രക്ഷ പ്രാപിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു. കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക, വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അതു ദാനം ദാനം ദാനം. കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക, വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അതു ദാനം ദാനം ദാനം. അപ്പോൾ ഈ രക്ഷ കർത്താവിൽ നിന്ന് ലഭിക്കാൻ നമുക്കറിയാം, യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു, വാഗൊണ്ടേറ്റു പറയുന്നു. റോമ 10:9. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവർ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. എഫേസ്യർ 2:8 പറയുന്നു, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്, കൃപയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. 1 കൊരിന്ത്യർ 1:30 ഒരിക്കൽ കൂടി വായിച്ചേ. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ക്രിസ്തു നമ്മളിരിക്കുന്നു, അവനിലൂടെ ജ്ഞാനം, നീതി, ശുദ്ധീകരണം, വീണ്ടെടുപ്പ് നമുക്ക് ലഭിച്ചു. എന്താണ് നമ്മളിരിക്കുന്ന ജ്ഞാനം? 1 കൊരിന്ത്യർ 1:24 POCയിൽ വായിക്കാമോ? 1 കൊരിന്ത്യർ 1:24 POCയിൽ നിന്ന് വായിക്കുക. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നെങ്കിൽ നിങ്ങളിൽ ജ്ഞാനം വന്നു കഴിഞ്ഞു.
ഹലോ, എത്ര പേര് എൻ്റെ കൂടെയുണ്ട്? ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നെങ്കിൽ ജ്ഞാനം നിങ്ങളിൽ വന്നു. കാരണം അവൻ ദൈവത്തിന്റെ ജ്ഞാനമാണ്. മറിയ അല്ല ജ്ഞാനം, ക്രിസ്തുവാണ്. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരാകട്ടെ, ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. പ്രൈസ് ദി ലോർഡ്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം കൊളോസ്യർ 2:3. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2:3. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ട് ഇരിക്കുന്നു. അപ്പൊ ക്രിസ്തുവിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും സകല നിക്ഷേപങ്ങളും ഗുപ്തമായിട്ട് ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മിൽ ക്രിസ്തു വന്നു. ക്രിസ്തുവിൽ നമുക്ക് ജീവിക്കാൻ, ആത്മീയ മണ്ഡലങ്ങൾ വിവേചിച്ചറിയുവാൻ വേണ്ട ജ്ഞാനവും പരിജ്ഞാനവും ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ ജ്ഞാനവും പരിജ്ഞാനവും ഇപ്പൊ എവിടെയാ ഉള്ളത്? നമ്മിലാണുള്ളത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. വെളിയിലല്ല, സ്വർഗത്തിൽ നിന്ന് വരാനുള്ളതല്ല. ഞാൻ പറഞ്ഞത് ക്രിസ്തുവിനെ കൈക്കൊണ്ടവരുടെ കാര്യമാണ്, ക്രിസ്തുവിന്റെ അടുക്കൽ വന്നവരുടെ കാര്യമാണ്, ക്രിസ്തുവിൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്നവരുടെ കാര്യമാണ്. അവരിൽ ഈ ജ്ഞാനവും പരിജ്ഞാനവും യേശു ക്രിസ്തുവിലൂടെ ഗുപ്തമായിട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനം നിനക്ക് കുറവുണ്ടോ? നിന്നിലിരിക്കുന്ന ജ്ഞാനത്തെ കണ്ട് ജ്ഞാനം പ്രാപിക്കുക. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. നീ പറയുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ പരിജ്ഞാനക്കുറവുണ്ടോ? നിന്റെ അകത്ത് വന്നിരിക്കുന്ന ക്രിസ്തുവിലിരിക്കുന്ന പരിജ്ഞാനത്തെ കണ്ട് നന്ദി പറയുക. അത് നിന്നിലൂടെ വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പോരാ, അതിങ്ങോട്ട് എടുക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഏതാ? ജ്ഞാനവും പരിജ്ഞാനവും. ഓൾ ദ ട്രഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് നോളേജ്. എല്ലാ പരിജ്ഞാനവും ജ്ഞാനവും ഇരിക്കുന്നത് അവനിലാണ്. എത്ര പേര് എൻ്റെ കൂടെയുണ്ട്? അവനെ വഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. ഒന്നുകൂടെ ക്ലിയറായി പറഞ്ഞാൽ, അന്ധകാര ശക്തികൾ നിങ്ങൾ പട്ടണങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങളുടെ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ പറയും, ഒരു ജ്ഞാനിയായ മനുഷ്യൻ പോകുന്നു, പരിജ്ഞാനത്താൽ നിറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ പോകുന്നു. ലോകത്തിൻ്റെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ ബോഷന്മാരെ ദൈവം തെരഞ്ഞെടുത്തിട്ട് ദൈവത്തിൻ്റെ ശക്തിയും ജ്ഞാനവും പരിജ്ഞാനവുമായ ക്രിസ്തു അവന്റെ ഉള്ളിലിരിക്കുമ്പോൾ ലോകത്തിലെ ജ്ഞാനി പോലും അവന്റെ മുമ്പിൽ തോറ്റുപോകുന്നു. നമ്മുടെ ധ്യാനത്തിന് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ കർത്താവുണ്ട്. ഇനി പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഡോക്ടറും നമ്മുടെ ധ്യാനത്തിനുണ്ടാകും. ഒരു ഹല്ലേലൂയ പറഞ്ഞ് കേട്ടോ. പേടിക്കൊന്നും വേണ്ട. അത്യാവശ്യ കാര്യം എന്തെങ്കിലും ചെയ്യാൻ ഡോക്ടർ നമ്മുടെ കൂടെ ഉണ്ടാകും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഡോക്ടറുടെ ഗുണം എന്തായിരിക്കും? അപ്പം ലോകത്തിന്റെ ജ്ഞാനത്തിന്റെ കൂടെ ജ്ഞാനവും പരിജ്ഞാനവും ഉള്ള ക്രിസ്തുവും കൂടെ ഇരിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. ഡോക്ടർ ശുശ്രൂഷിക്കാനല്ല വരുന്നത്, വചനം കേൾക്കാനാണ് വരുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പൊ ജ്ഞാനവും പരിജ്ഞാനവും ഇരിക്കുന്നത് ആരിലാണ്? ക്രിസ്തുവിൽ, അഥവാ നമ്മിലിരിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ കർത്താവിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങളോളം ജ്ഞാനി വേറെയില്ല, നിങ്ങളോളം പരിജ്ഞാനമുള്ളൊരു വ്യക്തി വേറെയില്ല. മോശം ചിലപ്പോൾ നിങ്ങളെ നോക്കിയിട്ട് പറയും, വിവരമില്ലാത്തവളെ, വിവരമില്ലാത്തവരെ എന്ന് പറയും. ഏതാ? ഈ അകത്തിരിക്കുന്നത് കാണണം കേട്ടോ. അവനിലിരിക്കുന്ന എന്തൊക്കെയെന്ന് കാണണം. അവനിലിരിക്കുന്നത് എന്തിനാ? അവൻ വന്നത് എന്തിനാ നിങ്ങളുടെ ഉള്ളിൽ? അവനിലിരിക്കുന്നത് നിങ്ങളിലൂടെ വെളിപ്പെടുത്താൻ.
അവനിൽ ഗുപ്തമായിട്ടിരിക്കുന്നതെല്ലാം നിങ്ങളിലൂടെ വെളിപ്പെടുത്തുവാനാണ്. ലൂക്കായുടെ സുവിശേഷം 11:49. ലൂക്ക 11:49. അതുകൊണ്ട് ലൂക്കായുടെ സുവിശേഷം 11:49. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനവും പറയുന്നത്, ഞാൻ പ്രവാചകന്മാരെയും അപ്പസ്തോലന്മാരെയും അവരുടെ അടുക്കൽ അയക്കുന്നു. അവരിൽ ചിലരെ അവർ കൊല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യും. വിസ്ഡം ഓഫ് ഗോഡ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനവും പറയുന്നത്. ഇവിടെ പറയുന്നത് ആരാ? ദൈവത്തിൻ്റെ ജ്ഞാനം പറയുക. ജ്ഞാനം എന്താ പറയുന്നത്? ഞാൻ പ്രവാചകന്മാരെയും അപ്പസ്തോലന്മാരുടെയും അവരുടെ അടുക്കൽ അയക്കുന്നു. അവരിൽ ചിലരെ അവർ കൊല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു എന്ന് ജ്ഞാനം പറയുന്നു. അപ്പൊ അപ്പസ്തോലന്മാരെ അയക്കുന്നതാരാ? ജ്ഞാനം. ജ്ഞാനമാരാ? ക്രിസ്തു. കൈയടിച്ച കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പൊ ജ്ഞാനമാണ് നിങ്ങളെ അയക്കുന്നത്, അപ്പസ്തോലന്മാരെ അയക്കുന്നത്, ശുശ്രൂഷയ്ക്കായി അയക്കുന്നത്. അപ്പൊ ജ്ഞാനം പറയുകയാണ്, ശുശ്രൂഷയ്ക്കായി ഞാൻ അയക്കുന്നവരെ ലോകം കൊല്ലാൻ നോക്കും, ലോകം ഉപദ്രവിക്കാൻ നോക്കും, ലോകം കള്ളക്കേസ് മുടക്കാൻ നോക്കും, ലോകം ബ്ലോക്ക് ചെയ്യാൻ നോക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെ ഉപദ്രവിക്കപ്പെടുന്നവരോടാണ് യേശു പറഞ്ഞത്, ജ്ഞാനമായ ഞാൻ നിങ്ങളെ അയക്കുമ്പോൾ മനുഷ്യർ നിങ്ങളെ ഉപദ്രവിക്കുകയും എല്ലാം നിങ്ങൾക്കെതിരെ കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവേൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം ഏറെ വലുതായിരിക്കും. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ വിളിക്കപ്പെടുന്നവർക്ക് ഉപദ്രവങ്ങളുണ്ടാകാം, ചിലപ്പോൾ കൊന്നുകളയാം. അത് യേശു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉപദ്രവിക്കാൻ, അയ്യോ ബ്രദർ രാവിലെ ഞാൻ വിളിച്ച് കിട്ടിയില്ല, എൻ്റെ കെട്ടിയവൻ എന്നെ പറഞ്ഞു ബ്രദർ ആണോ? ആഹാ എന്തൊക്കെ പറഞ്ഞു എന്ന് ചോദിക്കാൻ പറ്റിയല്ല, കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നത് വലുതായിരിക്കും ഡോസ്. ഒരു അല്ലേ പറയാൻ പറ്റുമോ? തെറി പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്തൊക്കെ തെറി പറഞ്ഞു ചോദിക്കാൻ പറ്റുമോ? ഒരു കലലി പറഞ്ഞു. പണ്ടൊരു അമ്മച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് മോൻ അമ്മച്ചീനെ വിളിക്കുന്ന തെറി മുഴുവൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ക്ഷീണിച്ചു. അപ്പം എൻ്റെ തുടക്കടിച്ചിട്ടാണ് പിന്നെ പറച്ചില്, ബ്രദർ ഇങ്ങനെയും കൂടി അവൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നമ്മച്ചി ഇതൊന്നും താങ്ങാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. ഒരു കലലി പറഞ്ഞു. ഹല്ലേലൂയ. ഉപദ്രവിക്കപ്പെടും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞ്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കെട്ടിയോൻ വന്ന് ഫോണൊക്കെ വലിച്ചെറിഞ്ഞിട്ട് എനിക്കിട്ട് അടിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ. ജ്ഞാനം പറയുന്നു അതുണ്ടാകും, ക്രിസ്തു പറയുന്നു അതുണ്ടാകും. ക്രിസ്തുവിനെ പ്രതിയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും നിന്ദകൾ കിട്ടുന്നതെങ്കിൽ, കളവായി പറയുന്നതെങ്കിൽ, ഉപദ്രവമുണ്ടാകുന്നെങ്കിൽ, കൊല്ലാൻ ശ്രമിക്കുന്നെങ്കിൽ, ക്രിസ്തു പറഞ്ഞു നിങ്ങൾ ഭാഗ്യമുള്ളവർ, ആനന്ദിച്ച് ആഹ്ലാദിക്കാനാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. എടാ, ചെയ്യാത്ത ജോലിക്ക് 5000 രൂപ കിട്ടുമ്പോഴല്ല ആനന്ദിക്കേണ്ടത്. യേശുവിൻ്റെ വചനത്തെ പ്രതി വീട്ടിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു വിജാതിയൻ നിന്റെ കോളറിന് പിടിക്കുമ്പോൾ, ഇറങ്ങിപ്പോടാന്ന് പറയുമ്പോൾ അവിടെ വേണം നീ ആനന്ദിക്കുവാൻ. നിങ്ങൾ എത്ര പേർ അതിൽ ആനന്ദം കണ്ടെത്തുന്നുണ്ട്? അങ്ങനെ കണ്ടെത്തുന്നതിൻ്റെ കാരണം എങ്ങനെയുള്ളവരാണെന്നറിയാമോ? അവർ ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നവരാണ്, അവർ ക്രിസ്തുവിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ്, അവർ ക്രിസ്തുവിൻ്റെ നുകങ്ങൾ വഹിക്കുന്നവരായതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അപ്പോ 1 കൊരിന്ത്യർ 1:30 നമ്മൾ കണ്ടു. ഒന്നുകൂടെ വായിച്ചു. 1 കൊരിന്ത്യർ 1:30. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. ക്രിസ്തു യേശുവിൽ നിങ്ങൾ ഇരിക്കുന്നു. എത്ര പേർ യേശുവിൽ ഇരിക്കുന്നുണ്ട്? നിങ്ങളൊക്കെ യേശുവിനെ സ്വീകരിച്ചോ? യേശുവിനെ സ്വീകരിച്ചവർ യേശുവിൽ നിന്ന് പഠിക്കാൻ തുടങ്ങും.
നിങ്ങളുടെ എത്ര പേരുടെ കയ്യിൽ ബൈബിൾ ഉണ്ട്? അപ്പൊ നിങ്ങൾ എങ്ങനെയാ പഠിക്കുന്നേ? ബൈബിൾ സ്വന്തമാക്കണം കേട്ടോ. ഏതെങ്കിലും ബുക്ക് സ്റ്റാളിൽ കയറി ഒരു ബൈബിൾ വാങ്ങണം. ഏത് ബൈബിളായാലും കുഴപ്പമില്ല, ഒരു ബൈബിൾ നിങ്ങൾ സ്വന്തമാക്കണം. ചിലർ എനിക്ക് മൊബൈല് ബൈബിൾ ഉണ്ടെന്ന് പോരാ. മൊബൈല് ബൈബിൾ നീ ഇങ്ങനെ കുത്തി ഏതെങ്കിലും എടുത്തിട്ടില്ലേ വായിക്കുന്നത്? ബൈബിൾ തന്നെ മേടിക്കുക. ന്യൂ ടെസ്റ്റമെന്റ് മതി, പുതിയ നിയമം മതി, ഒരു ചെറിയ കോപ്പി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ടവരല്ലേ? ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ബൈബിൾ വേണമെങ്കിൽ എന്നോട് പറയാം, പക്ഷെ കാശ് തരണം. എന്തിനാ? രക്ഷിക്കപ്പെടാൻ നിങ്ങൾക്ക് കാശ് വേണ്ട, പക്ഷേ രക്ഷിക്കപ്പെട്ടതിന് ശേഷം വില കൊടുക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഹല്ലേലൂയ. ഇല്ല സാനിച്ചിനോട് പറഞ്ഞാൽ മതി, ഇല്ല നിങ്ങൾക്ക് സ്വന്തം മേടിക്കാം. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ വചനം വേണം, പഠിപ്പിക്കപ്പെടണം നിങ്ങൾ. അല്ലാതെ ഒരു വെള്ളിയാഴ്ച വന്നു, ഞായറാഴ്ച വന്നു, ശനിയാഴ്ച വന്നു, കേട്ടു, എന്തെങ്കിലും ഒരു വിടുതൽ കിട്ടി, ചങ്കുവേദന മാറി, കാലുവേദന മാറി, നോ 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 നോ, അതുകൊണ്ടൊന്നും നിത്യജീവനിൽ പോകില്ല. യേശുവിനെ നിങ്ങൾ അറിയണം, നിങ്ങൾ യേശുവിൽ ഇരിക്കണം. ഒന്നുകൂടെ വായിച്ച വചനം 1:30. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതിയാണത്, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ജാതികളായ പാപത്തിലായിരുന്ന ലോകമനുഷ്യരായിരുന്ന വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന നിങ്ങളെ യേശുവിലെത്തിച്ചു. നിങ്ങൾ യേശുവിൽ ഇപ്പോൾ വിശ്രമിക്കുകയാണ്. നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങളിൽ വന്നവൻ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊള്ളും. അവനിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും. അത് നമ്മൾ കണ്ടു. ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം അവൻ തന്നെയാണ്. അവനിലൂടെ നമ്മിലേക്ക് വെളിപ്പെടുന്നു. സകല ജ്ഞാനവും സകല പരിജ്ഞാനവും അവനിൽ ഒരു നിക്ഷേപം പോലെ ഗുപ്തമായിട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് ജ്ഞാനവും നീതിയും. നീതി നമ്മുടെ മേൽ വന്നു. ഹല്ലേലൂയ. യിരെമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായം 5-ാം തിരുവചനം. യിരെമ്യാവ് 23:5. ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ ഉത്ഭവിക്കുന്ന കാലം വരും. ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും. അവൻ രാജാവായി വാണ്. ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും. അവൻ രാജാവാണ്. ഹല്ലേലൂയ. ഞാൻ ദാവീദിന്റെ തലമുറയിൽ നീതിയുള്ളൊരു മുളയായവനെ, റൈറ്റസ് ബ്രാഞ്ച്, ഉത്ഭവിപ്പിക്കുന്ന കാലം വരും. പ്രൈസ് ദി ലോർഡ്. ഇത് പ്രവചനമാണ്. ഈ നീതിയുള്ള മുള ആരാണ്? യേശു. യേശു നിങ്ങളിൽ ഇരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ നീതി നിങ്ങളുടെ മേലിരിക്കുന്നു എന്നാണ് അർത്ഥം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 6-ാം വാക്യം വായിച്ച്. അവന്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ നിർഭയമായി വസിക്കും. അവന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും. അവന്റെ പേർ തന്നെ യഹോവ നമ്മുടെ നീതി എന്ന് പേർ. ദ ലോർഡ് അവർ റൈറ്റ്യസ്നസ്. ഹല്ലേലൂയ. യഹോവ നമ്മുടെ നീതി എന്നാണ് അവന്റെ പേര്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ പേരാണിത്. യഹോവ നമ്മുടെ നീതി. അപ്പൊ യേശുവിൽ ഇരിക്കുമ്പോൾ നീതി ഇനി പുറമേ നിന്നല്ല വരുന്നത്, നമ്മുടെ അകത്തു നിന്നാണ്. യേശു നിങ്ങളിൽ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ ശരിയായി വിധിക്കാൻ തുടങ്ങും, നീതിയോടെ പ്രവർത്തിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ നീതിയിലായിരിക്കും നിങ്ങൾ പ്രവർത്തിക്കുക, ദൈവത്തിൻ്റെ നീതിയിലായിരിക്കും നിങ്ങൾ സംസാരിക്കുക. ചിലർ കുറവുകൾ ചെയ്താൽ ദൈവത്തിൻ്റെ നീതിയായ കരുണ നിങ്ങളിലൂടെ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ചിലർ തെറ്റ് ചെയ്താൽ ദൈവത്തിൻ്റെ നീതിയായ ശിക്ഷണം നിങ്ങളിലൂടെ വെളിപ്പെടും. ദൈവത്തിൻ്റെ നീതിയാണ് നിങ്ങളിലൂടെ പ്രവർത്തിക്കുക, നിങ്ങളിലൂടെ സംസാരിക്കുക. ദൈവത്തിൻ്റെ നീതി യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ആ ദൈവത്തിൻ്റെ നീതി നിങ്ങളിൽ വന്നാൽ, അഥവാ ക്രിസ്തു നിങ്ങളിൽ വരുമ്പോഴാണ് നിങ്ങൾക്ക് നീതീകരണം ലഭിക്കുന്നത്. നീതീകരണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നീതീകരണം എന്ന് പറഞ്ഞാൽ കുറ്റവിമുക്തമാക്കപ്പെടുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നാളിന്നുവരെയും ചെയ്ത സകല തെറ്റുകളും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ നീതിയായ ക്രിസ്തു നിങ്ങളിൽ വന്നാൽ ദൈവത്തിൻ്റെ നീതി നിങ്ങളെ കുറ്റക്കാരനല്ല എന്ന് വിധിക്കും. എത്ര പേര് എൻ്റെ കൂടെയുണ്ട്? ഹല്ലേലൂയ. നിങ്ങൾ ഒരു കുറ്റവും ചെയ്യാത്ത വ്യക്തിയായി ദൈവം കണക്കാക്കും നിങ്ങളെ. ഹലോ, തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ ബ്രദർ? ഇഷ്ടം പോലെ. അവിടെ വീടെ പോയപ്പോൾ അത് പറഞ്ഞ് ഇത് പ്രവർത്തിച്ച് അത് ചെയ്ത് ഇത് ചെയ്ത്. എന്നാൽ ഇപ്പോഴോ പാപിയായ ഞാൻ ക്രിസ്തുവിൽ വന്നു, ക്രിസ്തുവിനെ കൈക്കൊണ്ട് ക്രിസ്തുവാണ് എൻ്റെ ദൈവം എന്നറിഞ്ഞ് അവനിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി, അവനെ അറിയാൻ തുടങ്ങി, അവനോട് മാത്രം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവനാണ് ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമമെന്നും ഏക മധ്യസ്ഥൻ അവനാണെന്നറിഞ്ഞപ്പോൾ, അവനോട് പഠിച്ച് അവനോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ നീതി നിന്നിൽ വെളിപ്പെട്ടു. നിന്നെ കുറ്റക്കാരനല്ലാതായി ദൈവം കാണാൻ തുടങ്ങി. വീട്ടുകാർ പറയും നിന്റെ കയ്യിലിരിപ്പ് എനിക്കറിയാം, നിന്റെ പ്രവൃത്തി എനിക്കറിയാം. കൂട്ടുകാർ പറയും നീ പണ്ടിങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ ചെയ്തില്ലേ, നിന്റെ വീഡിയോ എൻ്റെ അടുത്തുണ്ട്, ഫോട്ടോ എൻ്റെ അടുത്തുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നിങ്ങളിൽ ഇരിക്കുന്നവൻ പറയും നിന്റെ പ്രവൃത്തിയാലല്ല, എന്നെ നീ സ്വന്തമാക്കിയതിനാൽ ഞാൻ നിന്നെ സൗജന്യമായി നീതീകരിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. ഹലോ, കുറ്റവിമുക്തനാക്കാൻ വേറെ ഒരു മാർഗവുമില്ല. നീ എവിടെ പോയി പറഞ്ഞാലും കുറ്റവിമുക്തനാകില്ല. യേശുവിനെ കൈക്കൊണ്ടവനിലിരുന്നാൽ അവനോട് പറയുന്ന നിനക്ക് കുറ്റവിമുക്തി ലഭിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പണ്ടൊക്കെ ഞാൻ ഓരോ ശുശ്രൂഷയ്ക്ക് ഡെയിലി കുമ്പസാരിച്ചിട്ടുണ്ട്. എന്നാന്നറിയാമോ? വചനമുള്ളി വരാൻ തുടങ്ങിയപ്പോൾ കണ്ടാ പാവം, ചിന്തിച്ചാ പാവം, പറഞ്ഞാ പാവം, ദേഷ്യം വന്നാ പാവം. എന്നാൽ ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു അച്ഛനെ കണ്ട് കുമ്പസാരിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്നാൽ ഒരു ദിവസം ഞാൻ സത്യവചനം ഗ്രഹിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ നീതീകരണം യേശുവിലുള്ള വിശ്വാസത്താലാണ്. ആദ്യത്തെ മാർപ്പാപ്പ എന്നൊക്കെ പേര് പറയുന്ന പത്രോസ് ഒരുവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല, അതുകൊണ്ട് നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അനുദപിക്കും. ഞാൻ നിന്നെ കുമ്പസാരിപ്പിക്കാന്നാണോ പത്രോസ് പറഞ്ഞേ? നോ 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 നോ. ആദ്യ കാലഘട്ടങ്ങളിൽ കുമ്പസാരമൊന്നും ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് 800 വർഷങ്ങൾക്ക് ശേഷം, ക്രിസ്തുവിന് ശേഷമാണ് കുമ്പസാരമൊക്കെ നിലവിൽ വരാൻ തുടങ്ങിയത്. എന്തിനാണെന്നറിയാമോ? അതൊരു സമ്പ്രദായമായി മാറിയതാണ്. അതല്ലാതെ ബലഹീനനായ ഒരു കൊച്ചച്ഛൻ്റെ അടുത്ത് രാവിലെ പോയിട്ട് ഇക്കിളിപ്പെടുത്തുന്ന പാപമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ അച്ഛനും കൂടെ പാപം ചെയ്യൂന്നല്ലാതെ നിനക്കെന്ത് മോചനമാ കിട്ടാൻ പോകുന്നത്? നാവാർ നാവാർ നാവാ. എന്നാൽ നിനക്ക് വേണ്ടി യാഗമായ, നിന്റെ പാപത്തിന് പരിഹാരമായി തീർന്ന, നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച, ലോകത്തിൻ്റെ പാപം വഹിച്ച യേശുവിനെ നീ സ്വീകരിച്ച് എൻ്റെ പാപത്തെ നീ വഹിച്ചല്ലോ, എനിക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞ് ആ യേശുവിനെ കൈക്കൊണ്ട് പാപിയായ എൻ്റെ ഹൃദയത്തെ ഞാനിതാ ഏൽപ്പിക്കുന്നു, നീ വരണമേ എന്ന് അനുതാപത്തോടെ നിലവിളിക്കുമ്പോൾ അവൻ്റെ നീതി നിന്നിൽ വെളിപ്പെടും. അതുവഴി നീ കുറ്റവിമുക്തനാക്കപ്പെടും. ഹലോ. അല്ലെങ്കിൽ ഈ ആഴ്ച നീ കുമ്പസാരിക്കും, അടുത്ത ആഴ്ച കുമ്പസാരിക്കും. വർഷം 13 കഴിഞ്ഞ് 60 കഴിഞ്ഞ് നീ കുമ്പസാരിക്കാൻ തുടങ്ങിയിട്ട് ഇന്നും പണ്ട് പറഞ്ഞത് തന്നെ നീ. കാരണം എന്താ? പാവമോചനം കിട്ടിയിട്ടില്ല, വീണ്ടെടുപ്പ് വന്നിട്ടില്ല, നീതീകരണം ലഭിച്ചിട്ടില്ല, ജ്ഞാനം വെളിപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ ദാവീദിന് നീതി ഒരു മുളയായവനെ ഉത്ഭവിക്കുന്ന കാലം വരും. പ്രൈസ് ദി ലോർഡ്. ആ നീതി നമ്മുടെ കർത്താവായ യേശുവാണ്. ഗലാത്യ 3:11. നമ്മുടെ നീതീകരണം മറ്റൊരു പ്രവൃത്തിയാലും നടക്കുകയില്ല. ന്യായപ്രമാണം അനുസരിച്ചതുകൊണ്ട് നമുക്ക് നീതീകരണം ലഭിക്കുകയില്ല. ഗലാത്യ 3:11. എന്നാൽ ന്യായപ്രമാണത്തിൽ ആരും
ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് ന്യായപ്രമാണം മൂലം ഒരാളും ദൈവസന്നിധിയിൽ കുറ്റവിമുക്തമാക്കപ്പെടുന്നില്ല. പറഞ്ഞിരിക്കുന്ന പ്രമാണം അനുസരിച്ചുകൊണ്ടോ പുരോഹിതന്റെ അടുക്കൽ പോയതുകൊണ്ടോ യാഗമർപ്പിച്ചതുകൊണ്ടോ, ഹലോ, ആ യാഗത്തിന്റെ പേര് തന്നെ എന്താ? പാപ പരിഹാര ബലിയാഗങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് തിരുനാമത്തിൽ കോണിയിടാൻ ഒരുമയോടി ബലി അർപ്പിക്കാൻ അനുരഞ്ജിതനായി ഒന്നും നടക്കൂല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേട്ടോ, ഒന്നും നടക്കൂല. കാരണം ഏകയാഗമായിരുന്നു ക്രിസ്തുവിൻ്റെത്. ഇനി ഒരു യാഗവുമില്ല എന്ന് വചനം നമ്മെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ യാഗത്തിൽ ഏതാ? 2000 വർഷങ്ങൾക്ക് മുമ്പ് അർപ്പിക്കപ്പെട്ട യാഗത്തിലുള്ള വിശ്വാസത്തിലാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്, വിടുതൽ നടക്കുന്നത്, രക്ഷ ലഭിക്കുന്നത്. മാത്രമല്ല അവന്റെ പൗരോഹിത്യം പോലും കൈമാറപ്പെട്ടിട്ടില്ല. യേശുവിൻ്റെ പൗരോഹിത്യം ആർക്കും കൊടുത്തിട്ടില്ല. അപ്പൊ ഇപ്പൊ വന്ന പൗരോഹിത്യമോ ഇല്ലാത്ത പൗരോഹിത്യം ഉണ്ടാക്കി വെച്ചതാണ്. ഹലോ, ഇതെല്ലാം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു നിത്യ പുരോഹിതനാണ്. യേശു മഹാപുരോഹിതനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. 3:11 വായിച്ചേ. ഗലാത്യ 3:11. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. അപ്പൊ ന്യായപ്രമാണത്തിന്റെ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്താൽ നമുക്ക് നീതീകരണം കിട്ടുമോ? ഇല്ല. ഏതെങ്കിലും ഒരു കൽപ്പന അല്ലേ, ആണ്ടിൽ ഒരിക്കലെങ്കിലും, പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞേ, ആണ്ടിൽ ഒരിക്കലെങ്കിലും അല്ലേ, ചേച്ചിക്കറിയാമല്ലോ അല്ലേ, ആണ്ടിൽ ഒരിക്കലെങ്കിലും എന്ത് ചെയ്യണം? അതെന്താണ്? കൽപ്പനയാണ്, പ്രമാണമാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? വായിക്ക, ഒന്നും കൂടെ വായിക്ക. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. ഒരു കൽപ്പനകളാലും നിങ്ങൾക്ക് എന്ത് കിട്ടത്തില്ല? നീതീകരണം കിട്ടത്തില്ല. നീതീകരണം എന്ന് പറഞ്ഞാൽ എന്താ? കുറ്റവിമുക്തമാക്കപ്പെടുക. അപ്പൊ ഒരു കൽപ്പന വെച്ചു, ആണ്ടിൽ ഒരിക്കലെങ്കിലും അല്ലേ. പെസഹ ബുധനാഴ്ച എന്തൊരു തിരക്കാ പള്ളിയിലേക്ക് സംസാരിക്കാൻ പോയാ, നീ പോയാ പ്രമാണമാ, പറ്റോ, ശാപദോഷം കിട്ടും. പ്രൈസ് ദി ലോർഡ്. എടാ, ഒരു കൽപ്പനകളാലും നിനക്ക് നീതീകരണമില്ല. അത് മോശയുടെ കൽപ്പനയായാലും വേണ്ടില്ല, പോപ്പിന്റെ കൽപ്പനയായാലും വേണ്ടില്ല, സൈമൺ ബ്രദറിന്റെ കൽപ്പനയായാലും വേണ്ടില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ച ആ വാക്യം. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീതിമാൻ എങ്ങനെയാ ജീവിക്കുന്നത്? വിശ്വാസത്താൽ. അവന്റെ വചനം കേട്ട് സ്തോത്രത്തോടെ അത് വിശ്വസിച്ച് സ്വീകരിക്കുമ്പോഴാണ് അതിൽ നിന്നുള്ള ജീവൻ അവന്റെ മേൽ വെളിപ്പെടുന്നത്. അതല്ലാതെ അത് പാലിച്ചാൽ എനിക്കെന്തോ കിട്ടും, അത് ചെയ്താൽ എനിക്കെന്തോ കിട്ടും. ഹല്ലേലൂയ. അങ്ങനെ നീതീകരണം ലഭിക്കില്ല. 3:24 ഗലാത്യ 3:24. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന്. അപ്പൊ നമ്മൾ നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം, കൽപ്പനകൾ, പ്രമാണങ്ങൾ എന്താ ചെയ്യുന്നത്? ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. റോമ 5:1. റോമക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം തിരുവചനം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. അപ്പൊ നീതീകരിക്കപ്പെടാൻ ഒറ്റ മാർഗ്ഗമുള്ള എന്താ? വിശ്വാസം. ഈ കുമ്പസാരിക്കാൻ അച്ഛൻ്റെ അടുത്ത് പോയി പറയുന്ന എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ക്രിസ്തുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അവരൊക്കെ പണ്ടേ രക്ഷിക്കപ്പെടില്ലായിരുന്നോ? കള്ളു കുടിച്ചു എന്ന് പറഞ്ഞ് പിന്നെ കുമ്പസാരിക്കണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നീതീകരണം എങ്ങനെയാ? കുറ്റമുക്തപ്പെടൽ എങ്ങനെയാ? വിശ്വാസത്താൽ. ആരിലുള്ള വിശ്വാസത്താൽ? അച്ഛനിലുള്ളതല്ല, മർത്തോമ സഭയിലുള്ളതല്ല, കത്തോലിക്ക സഭയിലുള്ളതല്ല, പെന്തക്കോസ്ത് സഭയിലുള്ളതല്ല. ആരില്ല? യേശുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. ഒന്നുകൂടെ വായിച്ചേ.
വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിൽ സമാധാനം വെളിപ്പെടുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുമ്പോഴാണ്. ഇതൊക്കെയാണ് അവനിൽ നിന്ന് പഠിക്കുന്നത്. വേറെ വഴിക്ക് പോയാൽ നിങ്ങൾ പഠിച്ചതൊക്കെയാണ് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അവനിൽ നിന്ന് പഠിക്കുന്നത് പഠിക്കുവേൻ, അവനിൽ നിന്നുള്ളത് പഠിക്കുവേൻ, അപ്പോൾ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. റോമ 5:9. എന്താണ് നീ വിശ്വസിക്കുന്നത്? യേശുവിന്റെ ക്രൂശും മരണത്തിൽ യേശുവിന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകപ്പെട്ട രക്തത്തിലുള്ള ജീവനാൽ നിനക്ക് പാപമോചനം ലഭിച്ചു. റോമ 5:9. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ, അവന്റെ രക്തമാണ് നിന്നെ നീതീകരിച്ചത്. ആ രക്തത്തിലുള്ള വിശ്വാസമാണ്, ആ യാഗത്തിലുള്ള വിശ്വാസമാണ് നിന്നെ കുറ്റവിമുക്തനാക്കി തീർത്തത്. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഏതാ? ദൈവകോപത്തിൽ നിന്ന്. നാം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ പാപത്തിൻ്റെ കോപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നത് യേശുവിൻ്റെ രക്തമാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ പ്രധാന വാതിലിലൂടെ കയറിയതുകൊണ്ടോ മറ്റെന്തെങ്കിലും പ്രവൃത്തി ഉരുള നേർച്ച ചെയ്തുകൊണ്ടോ കുരിശെടുത്ത് മല കയറിയോണ്ടോ പ്രൈസ് ദി ലോർഡ് നിങ്ങൾക്ക് രക്ഷ കിട്ടില്ല, നിങ്ങൾക്ക് പാപമോചനം കിട്ടില്ല. അവൻ്റെ രക്തത്താലാണത് ലഭിക്കുന്നത്. അതിലുള്ള വിശ്വാസത്താലാണ് അത് നമുക്ക് ലഭ്യമായി തീരുന്നത്. അതിലൂടെയാണ് സമാധാനം നമ്മുടെ അകത്ത് വെളിപ്പെടുന്നത്. നമ്മൾ ചെയ്ത തെറ്റുകളുടെ പാപങ്ങളുടെ നിത്യശിക്ഷയിൽ നിന്ന്, ദൈവകോപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ നീതിയാണ്. അതുകൊണ്ടാ യേശു നമ്മിൽ ഇരുന്നാൽ ദൈവത്തിന്റെ നീതി നമുക്ക് ലഭിക്കുമെന്ന് പറയുന്നതിന്റെ കാര്യം. ഇതേത് ധ്യാനത്തിന് പോയാലും പാടും, വാ വാ യേശുനാഥ. എന്താ ഈ പാടുന്നതിന്റെ അർത്ഥം? മൂപ്പരിപ്പ് എവിടെയാ? പുറത്താ അല്ലേ? അതുകൊണ്ടാണ് വാ വാ സ്നേഹനാഥ. ഈ ആഴ്ചത്തെ ധ്യാനം കഴിഞ്ഞ് അടുത്ത മാസം പോകുമ്പോഴും പാടും വാ. കാരണം ധ്യാനത്തിന് വിളിച്ചു, അത് കഴിഞ്ഞ് പുറത്താക്കി. ഒരു ഹല്ലേലൂയ പറഞ്ഞ് അല്ലേ? സെക്കൻഡ് ശനിയാഴ്ച പോയപ്പോൾ അകത്ത് കയറ്റി, ഇറങ്ങിയ സ്പോട്ടിൽ പുറത്താക്കി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞു, മധ്യസ്ഥയിലേക്ക് തിരിഞ്ഞു, എന്നിട്ട് പ്രാർത്ഥിക്കാൻ കൊത്തിയാത്തകൾ അങ്ങനെപ്പെട്ട സർവ്വരാജ്ഞി, ഭൂലോകത്തിന്റെ രാജ്ഞി, മാലാകന്മാരുടെ രാജ്ഞിയോ മാതാവോ? എന്ത് വിവരക്കേടാണ് മനുഷ്യ. മാലാകന്മാരെ സൃഷ്ടിച്ചത് ആരാ? ദൈവം തൻ്റെ ശ്വാസത്താൽ സൃഷ്ടിച്ചു. 2000 വർഷങ്ങൾക്ക് ശേഷം ദൈവം ജന്മം കൊടുത്ത ഒരു മനുഷ്യ സ്ത്രീയാണ്, വിശുദ്ധിയിൽ ജീവിച്ചൊരു സ്ത്രീയാണ്. ആ മാതാവിൻ്റെ അടുത്ത് മാലാക വന്നിട്ടാണ് അറിയിപ്പ് കൊടുത്തത്. മാലാകയുടെ രാജ്ഞിയൊന്നും ആക്കി വെച്ചിട്ടില്ല. ഇവിടെ എന്നാ വിവരക്കേടൊക്കെയാണ് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കോപത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, ഈ ദൈവകോപത്തിൽ നിന്ന് ശിക്ഷ ലഭിക്കാതിരിക്കണമെങ്കിൽ ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് അവനിൽ വിശ്വസിച്ച് ജീവിപ്പീൻ. എങ്കിൽ ദൈവത്തിന്റെ നീതി നിങ്ങളുടെ മേലിരിക്കും. ഇതിനൊക്കെ വചനമുണ്ട് കേട്ടോ. എല്ലാ വചനം കൂടെ പറയായിരുന്നു, ഇന്ന് ശുശ്രൂഷ കഴിയല. അതുകൊണ്ടാണ് ഓഗസ്റ്റ് 31 വാ വാ ശുശ്രൂഷയ്ക്ക്. ആരാ? നിങ്ങളോട് വരാനാ പറഞ്ഞേ കേട്ടോ. യേശുനാഥൻ ഓൾറെഡി വന്നോളും. വചനം കേൾക്കുമ്പോൾ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ തന്നെ ഉള്ളി വന്നോളും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് തന്നെ പേര് തരാൻ പോരുന്നവരെല്ലാം പേര് സാധിച്ചാൽ മേടിച്ചോണം കേട്ടോ. പേര് ഈ ധ്യാനത്തിൽ കൂടാൻ താല്പര്യമുള്ളവർ, ആഗ്രഹമുള്ളവരൊന്ന് കൈയുയർത്തി പിടിച്ചേ. ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 1, 2, 3 കൈയുയർത്തി പിടിച്ചോ. ആഗ്രഹം ഉണ്ടെങ്കിൽ കൈയുയർത്തി പിടിച്ചോ. പിടിച്ചു പൊക്കൊന്നും വേണ്ട, ആഗ്രഹമുള്ളവർ പൊക്കിക്കോ. ആ ടീച്ചർ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന മുറുക്ക് നല്ലൊരു പൊക്ക് പിടിക്കും. ഉണ്ടോ? ആഗ്രഹം ഉണ്ടോ? പൊക്ക് പിടിച്ചോ ആഗ്രഹമുള്ളവര്. ആ പേര് കൊടുത്തോണം, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ തരും. ഒന്നുകൂടെ കൈ പൊക്കി പിടിച്ചോ. ഹല്ലേലൂയ. സാവിച്ചേട്ടൻ്റെ പൊണ്ടാട്ടി ആദ്യം ഒന്ന് പൊക്കി, പിന്നെ സാവിച്ചേട്ടനെ നോക്കി കഴിഞ്ഞിട്ട് താത്തിന്ന് തോന്നുന്നു. വരാൻ പറ്റത്തില്ല. ഓക്കെ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആഗ്രഹം ഉണ്ടെന്നാ പറഞ്ഞതല്ലേ? ഓക്കെ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ കേട്ടോ. ഇനിയൊരു ചാൻസ് നിങ്ങൾക്ക് ഉണ്ടാകുമോ? നമ്മൾ കുർബാന തീരാൻ നേരത്ത് പറയാറില്ലേ, ഇനിയൊരു ബലിയർപ്പിക്കാൻ
ഞാനുണ്ടാവുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ ഇനിയൊരു ശുശ്രൂഷ കേട്ടോ, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ. ദൈവം നിങ്ങൾക്ക് രക്ഷ ലഭിക്കാൻ ഒരു അവസരം തരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. ഒരു ഹല്ലേലൂയ പറഞ്ഞ് കിട്ടിയ സമയം ദൈവം ഒരുക്കിയ വിരുന്ന് കേട്ടോ. കർത്താവ് എന്നാ ചെയ്തത്? പറഞ്ഞു വിട്ടു, പോയി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു, വിരുന്നെല്ലാം ഒരുക്കിയിട്ട്. അപ്പോൾ ഒരുത്തം പറയുക, ഞാനൊരു കുറച്ച് പശുവിനെ മേടിച്ചിട്ടുണ്ട്, കാറ് മേടിച്ചിട്ടുണ്ട്, ഇപ്പോഴാണ് ജോലി അല്ലേ, സ്ഥലക്കച്ചവടം നടക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്. പ്രൈസലോ. പിന്നെ അവരാ വിരുന്നിനിരുന്നോ? ഇല്ല. എന്തോ ഈ ശുശ്രൂഷയ്ക്ക് വലിയ പ്രത്യേകതയുണ്ട്, അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ നീതി അല്ലേ, അവൻ്റെ രക്തത്താൽ നാം നീതീകരിക്കപ്പെട്ട ശേഷം. അപ്പോൾ യേശുവിൻ്റെ രക്തമാണ് നമ്മളെ നീതീകരിച്ചത്, നമ്മളെ കുറ്റവിമുക്തരാക്കിയത്. പ്രൈസ് ലോർഡ്. ന്യായപ്രമാണം കൽപ്പനകളുടെ ശാപത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചത് യേശുവിൻ്റെ ക്രൂശിലെ യാഗമാണ്. അതാണ് ഗലാത്യ 3:10. ഒന്ന് വായിച്ചോ വേണമെങ്കിൽ. ഗലാത്യ 3:10. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിൽ കീഴാകുന്നു. ഏതെങ്കിലും കൽപ്പനകൾ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് നീതീകരണമോ അനുഗ്രഹമോ കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് ശാപമാണ്. എത്ര പേര് എൻ്റെ കൂടെയുണ്ട്? ഇവിടുത്തെ കിട്ടിയോ? ഏതെങ്കിലും ഒരു കൽപ്പന, ഉദാഹരണം 25 ദിവസം നോയമ്പാചരിക്കണം, ഒരു കൽപ്പന. 50 ദിവസം നോമ്പാചരിക്കണം, കൽപ്പനയാ. ഏതൊക്കെയാ? ഇറച്ചി, മീന്, മുട്ട, പാല്, ഇത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരു കൽപ്പന. തിമോഥെയോസിന് എഴുതിയ ലേഖനം വായിച്ചു നോക്കണം. ഇങ്ങനെയുള്ള കൽപ്പന കൊണ്ടുവരും, അത് വ്യാജ ആത്മാവിനാൽ വരുന്നതാണെന്ന്. വായിച്ചിട്ടുണ്ടോ? ഒന്നെടുത്തോ, അത് വേണമെങ്കിൽ. 1 തിമോത്തി അല്ലേ, ഒന്നെടുത്തോ, അങ്ങോട്ട് ഒന്ന് വായിച്ച്. 1 തിമോത്തി 4-ാം അധ്യായം 1 മുതൽ പെട്ടെന്ന് വായിച്ചേ. 1 തിമോത്തി. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും, ഭാവി കാലത്ത് വരാൻ പോകുന്ന കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച്, POC ഇങ്ങോട്ട് എടുത്തു വെച്ചോ കേട്ടോ, ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ബോഷ്കു പറയുന്നവരുടെ കപടത്താൽ, നുണ പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. ആത്മാവ് തെളിവായി പറയുന്നു. അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ ദൈവം സൃഷ്ടിച്ച ഭക്ഷണ പദാർത്ഥങ്ങളെ വർജിക്കണമെന്നും കൽപ്പിക്കുകയും ചെയ്യും. അത് POC എന്നൊന്ന് വായിച്ചു, ഒന്നുകൂടെ ക്ലിയർ ആത്. വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും, വരും കാലങ്ങളിൽ പൗലോസ് പറയാണ്, കുറച്ചു കാലം കഴിയുമ്പോൾ ചിലർ കപടാത്മാക്കളിലും പിശാചിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് അവർ വിശ്വസിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയ നുണയന്മാരുടെ കാപട്യമാണ് ഇതിന് കാരണം. അവർ വിവാഹം പാടില്ലെന്നും അവർ പറയും, വിവാഹം എന്ത് ചെയ്യരുത്, പാടില്ലെന്ന് പറയുകയും. കർത്താവിനെ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ അല്ലെ, വിവാഹം അച്ഛനാകണമെങ്കിൽ എന്താകരുത്, വിവാഹം പാടില്ലെന്ന് പറയുകയും ചില ഭക്ഷണ സാധനങ്ങൾ വർജിക്കണമെന്ന് ശാസിക്കുന്നു, കൽപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഭക്ഷണ സാധനങ്ങളാകട്ടെ, എന്നാൽ ഈ ഭക്ഷണ സാധനങ്ങളാകട്ടെ വിശ്വസിക്കുകയും സത്യം അറിയുകയും ചെയ്യുന്നവൻ കൃതജ്ഞതാപൂർവം ആസ്വദിക്കാൻ വേണ്ടി, നന്ദി പറഞ്ഞുകൊണ്ട് ആസ്വദിച്ച് തിന്നാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ്. അപ്പോൾ ഇതാരാ കഴിക്കേണ്ടത്? വിശ്വസിക്കുന്നവൻ. അപ്പൊ നോമ്പ് നോക്കേണ്ടത് ആരാ? വിശ്വസിക്കാത്തവൻ. ഹലോ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കിട്ടിയോ? നിങ്ങൾക്ക് കിട്ടിയോ അത്? അപ്പൊ ഈ കൽപ്പന കൊണ്ടുവന്നതാരാ? മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയ നുണയന്മാരിൽ കപടാത്മാക്കൾ പ്രവേശിച്ച് ഈ കൽപ്പന കൊണ്ടുവന്നു. ഈ നിയമങ്ങൾ ഏതാ? സഭ എന്നൊക്കെ പറയുന്ന കൂട്ടത്തിലേക്ക് കൊണ്ടുവന്നു. ഏതാ കൽപ്പന? അച്ഛനാകണമെങ്കിൽ പെണ്ണ് കെട്ടാൻ പറ്റില്ല. നല്ല കാര്യം. നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ സ്വന്തമാകും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇവിടെ തന്നെ ഒരു 3-4 കേസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്.
ഒരച്ഛൻ രക്ഷപ്പെടാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ. പെണ്ണുകേസിലാണ്. അതുവരെ സൈമൻ ബ്രദറിന് ആവശ്യമില്ല. സൈമൻ ബ്രദർ പഠിപ്പിക്കുന്ന സഭയ്ക്ക് വിരോധമാണ്. കെണിയിലാകപ്പെട്ടപ്പോൾ വിളിച്ചു, ബ്രദർ ഞാൻ ഇനി അച്ഛനാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, കേസ് വരാൻ പോവുക, ഒന്ന് ക്ലിയറായി രക്ഷപ്പെടാൻ വേണ്ടി ഞാനിനി കർത്താവിന് മാത്രം ജീവിച്ചോളാം. എൻ്റെ വായിരിക്കുന്ന മുഴുവൻ കേട്ടൊരു കുഞ്ഞാട് കേൾക്കുന്നത് പോലെ ഒരു ഹല്ലേലൂയ പറഞ്ഞ് രക്ഷപ്പെട്ടു. രണ്ടെണ്ണ ഈ ചുറ്റുവട്ടന്ന് എൻ്റെ കയ്യിൽ കിട്ടിയത്, അറിഞ്ഞത്. പേരൂരൊന്നും തരൂല കേട്ടോ. ഒരു ഹല്ലേലൂയ പറഞ്ഞ് അതൊക്കെ എൻ്റെ കയ്യിലേക്ക് നേരെ ഡയറക്റ്റ് കിട്ടിയ കാര്യം ഞാൻ പറഞ്ഞത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. അവിടെ പെണ്ണ് കെട്ടരുത്, പെണ്ണ് കെട്ടാതെ വേണം ശുശ്രൂഷ ചെയ്യാന്നും പറഞ്ഞിട്ട് ഒരു നിയമമൊന്നുമില്ല. അതാ ഇവിടെ പറഞ്ഞ വിവാഹം വിലക്കുകയും ഇവിടെ പറഞ്ഞിരിക്കുന്നില്ലേ മെത്രാൻ എങ്ങനെയാകണം. POC ഒന്ന് വായിച്ചേ, 3-ാം അധ്യായം, 1 തിമോത്തിയോസ് 3-ാം അധ്യായം 1 മുതൽ ഒന്ന് വായിച്ചേ. മെത്രാൻ സ്ഥാനം ആഗ്രഹിക്കുന്നവൻ ഉത്കൃഷ്ടമായ ഒരു ജോലിയാണ് ആഗ്രഹിക്കുന്നത്. വലിയൊരു ജോലിയാണത്. മെത്രാൻ ആരോപണങ്ങൾക്ക് അതീതനും ഏക ഭാര്യയുടെ ഭർത്താവും. മെത്രാൻ ആരോപണങ്ങൾക്ക് അതീതൻ, ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണമെന്ന്. നിങ്ങളുടെ മെത്രാൻ എത്ര ഭാര്യയുണ്ട്? ഏക ഭാര്യ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. പല ഭാര്യ ഉണ്ടാകരുതെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഒരു ഭാര്യ ഉണ്ടാകരുതെന്നല്ല പറഞ്ഞത്, ഏക ഭാര്യ ഉണ്ടാവണം, ഭാര്യയുടെ ഭർത്താവായിരിക്കണം. ആര്? മെത്രാൻ. നിങ്ങളുടെ മെത്രാനെ കാണുമ്പോൾ കൈമുത്താൻ വേണ്ടി കൈവെക്കുമ്പോൾ പറയണം കെട്ടിയോളം എന്ത് ചെയ്യുന്നു ചോദിക്കണം, തിരുവചനം അനുസരിച്ച്. തീർന്നില്ല, അതിൻ്റെ 4 വായിച്ചേ. അവൻ തൻ്റെ കുടുംബത്തെ ശരിയായി നിയന്ത്രിക്കുന്നവനും. സ്വന്തം കുടുംബം ഉണ്ടാകണം, അവരെ നിയന്ത്രിക്കണം, നയിക്കണം. എന്നിട്ടാ സഭയെ പഠിപ്പിക്കേണ്ടത്, നയിക്കേണ്ടത്. സന്താനങ്ങളെ അനുസരണത്തിലും. ആരെയാ? സന്താനങ്ങളെ, കുഞ്ഞുങ്ങളെ, മക്കളെ. ഏക ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയെ പ്രസവിക്കും അല്ലേ? അപ്പോൾ വല്ല കുഴപ്പമുണ്ടോ? ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ശാരീരിക ബന്ധത്തിന് ഒരു കുഴപ്പമില്ല. ദൈവം അനുവദിച്ചതാണ്, അവർക്ക് മക്കളുണ്ടാകണം, അത് അശുദ്ധമല്ല. അപ്പോൾ ഭാര്യ ഉണ്ടാകണം, മക്കളെ നന്നായിട്ട് അനുസരണത്തിൽ വളർത്തുന്നവനാണ് മെത്രാൻ. അപ്പോ ഒരു മെത്രാൻ അങ്ങനെയായിരിക്കും, അതാണ് മെത്രാൻ. അല്ലാത്തവൻ മെത്രാൻ അല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇല്ല ഇല്ല, നോ 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 നോ. ദൈവം അംഗീകരിക്കുന്നില്ല. ദൈവസന്നിധിയിൽ പരിപാടികളൊന്നുമില്ല. വ്യാജ പഠനവും വ്യാജ ഉപദേശവും, അന്ത്യകാലത്ത് വിവാഹം പാടില്ല എന്നുള്ള പരിപാടിയും ഇതൊന്നും ആദ്യകാലത്തില്ല. പത്രോസിന്റെ അമ്മയെ സൗഖ്യമാക്കാൻ ആര് പോയി? യേശു പോയി. ആയിത്ത മാർപ്പാപ്പ എന്നൊക്കെ, പുള്ളി മാർപ്പാപ്പയൊന്നുമില്ല, കോപ്പ. അതൊക്കെ തുടങ്ങിയത് എപ്പോഴാ? നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് മാർപ്പാപ്പ. 510 സ്റ്റാർട്ട് ചെയ്തത്, ആ പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്, ഉണ്ടാക്കാൻ തുടങ്ങിയത്. യേശു പത്രോസിന്റെ അമ്മായിയമ്മയുടെ വീട്ടിൽ ചെന്നിട്ട് അവളുടെ പനിയെ ശ്വാസിച്ച്, വായിച്ചിട്ടുണ്ടോ? സൗഖ്യമാക്കി. ഇത് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ദുരുപദേശങ്ങൾ കൊണ്ട് ജനത്തെ വഴിതെറ്റിച്ചൊരു കൂട്ടം അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഈ അന്ത്യകാലത്ത് സത്യവചനം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഗലാത്യ 3:10. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിൻ കീഴാകുന്നു. ഇപ്രകാരമുള്ള ദൈവവചനത്തിന് വിരുദ്ധമായ കൽപ്പനകളുടെ പിന്നാലെ ആശ്രയിക്കുന്ന, അതിൻ്റെ പുറകെ പോകുന്നവരുടെ മേൽ ഒരു ശാപമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3:10 ഗലാത്യ 3:10 വായിച്ചേ. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഗലാത്യ 3:13. മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. നമുക്ക് വേണ്ടി ക്രിസ്തു ശാപമായി തീർന്നു. നിങ്ങളുടെ ശാപം ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കൽപ്പനകൾ ലംഘിക്കാത്തതിലൂടെ വന്ന ശാപവും ദൈവത്തിൻ്റെ കോപവും ദൈവത്തിൻ്റെ ശിക്ഷയും
യേശുവിൻ്റെ മേലാക്കപ്പെട്ടു. ഹല്ലേലൂയ. നിങ്ങളുടെ ശാപം വഹിച്ചുകൊണ്ട് അവൻ ശപിക്കപ്പെട്ടവനായി ക്രൂശിന്മേൽ കിടന്നു. ഹല്ലേലൂയ. അവനിൽ നിങ്ങൾക്ക് ശാപമോചനം ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവനിൽ നിങ്ങൾക്ക് ശാപത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് കർത്താവിന് നന്ദി പറയാം. കണ്ണുകളടയ്ക്കാം. ഹല്ലേലൂയ. അവൻ നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഹല്ലേലൂയ. ദൈവത്തിന്റെ ജ്ഞാനം ഹല്ലേലൂയ. നിങ്ങളിൽ വന്നു കഴിഞ്ഞു. യേശുവേ അവൻ നന്ദി, നിങ്ങളുടെ യേശുവേ അകത്തുണ്ടെങ്കിൽ നന്ദി, യേശുവേ ദൈവത്തിന്റെ നന്ദി, നീതി ആരാധന, നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞു. ആരാധന, അവൻ നിങ്ങളുടെ ആരാധന, അകത്തുണ്ടെങ്കിൽ ആരാധന, നിങ്ങൾ അവനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അവന്റെ വിശുദ്ധി നിങ്ങളുടെ മേൽ ഇറങ്ങിക്കഴിഞ്ഞു. അവൻ നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഈ നാശത്തിന്റെ ലോകത്തിൽ നിന്ന്, നിത്യശിക്ഷാവിധിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞു. നന്ദി യേശുവേ, നന്ദി യേശുവേ. ഏൽപ്പിച്ചു കൊടുക്കുക, നിങ്ങളുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക. തെറ്റുകളിൽ നിന്ന് ഞാനിതാ മടങ്ങി വരുന്നു. വചനത്തിൽ നിന്ന് ഞാനിതാ പഠിക്കുന്നു. യേശുവിന്റെ അരികിലേക്ക് ഞാൻ വരുന്നു. യേശുവേ, യേശുവേ. ആ നാമം വിളിച്ചു പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. സ്വരമുയർത്തി എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. യേശുവേ, എന്റെ ഉള്ളത്തിൽ വരണമേ. അങ്ങയുടെ മുഖം ഞാൻ വഹിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങയുടെ ചുമട് ഞാൻ വഹിക്കുന്നു. അത് ഭാരമില്ലാത്തതാണല്ലോ, അതെന്നെ വിടുവിക്കുന്നതാണല്ലോ, അതെന്നെ രക്ഷിക്കുന്നതാണല്ലോ. എന്റെ ശരീരം, മനസ്സ്, ആത്മാവ് ദൈവ തേജസ്സിനാൽ ഇപ്പോൾ നിറയട്ടെ. ആത്മാവിൽ വന്നിരിക്കുന്ന ആശ്വാസം എന്റെ ദേഹിയിലേക്ക് വെളിപ്പെടട്ടെ. എന്റെ മനസ്സിനെ കീഴടക്കട്ടെ, എന്റെ ശരീരത്തെ കീഴടക്കട്ടെ. രോഗശക്തികൾ അഴിഞ്ഞു മാറട്ടെ. ആത്മാക്കൾ തേജസ് പ്രാപിക്കട്ടെ. ആത്മാക്കൾ ആശ്വസിപ്പിക്കപ്പെടട്ടെ, വിടുവിക്കപ്പെടട്ടെ. ദേഹിയിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ. യേശുവേ നന്ദി, 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 നന്ദി. അപ്പൊ പിതാവേ, സ്വർഗീയ അപ്പച്ച, അവിടുത്തെ വചനം കേൾക്കുവാൻ, സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി നന്ദി. ഞങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നു, കൈക്കൊണ്ടിരിക്കുന്നു. യേശുവിൽ നിന്ന് പഠിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ആത്മാവിൽ വരുന്ന സമാധാനം, പീസ്, ആത്മാവിന് ലഭിക്കുന്ന സ്വസ്ഥത, റസ്റ്റ് ഞങ്ങളുടെ മനസ്സിലേക്ക്, ദേഹിയിലേക്ക്, ഞങ്ങളുടെ ശരീരത്തിലേക്ക്, ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വെളിപ്പെടട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലേക്ക് വെളിപ്പെടട്ടെ. സത്യത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ചതിന് നന്ദി. യേശുവിലുള്ള ജ്ഞാനം എന്റേതായി മാറ്റപ്പെട്ടതിന് നന്ദി. യേശുവിലുള്ള പരിജ്ഞാനം എന്റേതായി മാറ്റപ്പെട്ടതിന് നന്ദി. യേശുവിന്റെ നീതി എന്റെ മേൽ ഇറങ്ങിയതിന് നന്ദി. മഹാകോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ, പാപത്തിൽ നിന്ന് പൂർണ്ണമായി മോചനം പ്രാപിപ്പാൻ, നിത്യശിക്ഷാവിധിയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുവാൻ, കുറ്റവിമുക്തമാക്കപ്പെടുവാൻ അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി നീതീകരിച്ചതിന് നന്ദി. കാൽവരിയിൽ ഒഴുകിയ രക്തത്താൽ എന്നെ കഴുകിയതിന് നന്ദി. അഴുക്കുകൾ നീക്കിയതിന് നന്ദി. എന്റെ മനസ്സിനെ ശുദ്ധമാക്കിയതിന് നന്ദി. എന്റെ ആത്മാവിന് ജീവൻ തന്നതിന് നന്ദി. യേശുവേ നന്ദി.